हरे कृष्णा कृष्ण कृष्ण हरे राम 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 हरे हरे कृष्ണ നമുക്ക് ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ആരംഭിക്കാം. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്കൊരു കീർത്തനം ചെയ്യാം. ജയ രാധാ മാധവ ജയോ കുഞ്ച വിഹാരി ജയ രാധാ മാധവ ജയോ കുഞ്ച വിഹാരി ജയ ഗോപി ജന വല്ലഭ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി ജയ ഗോപി ജന വല്ലഭ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി യശോദാനന്ദന ജയോ വ്രജജനരഞ്ജന യശോദാനന്ദന ജയോ വ്രജജനരഞ്ജന ജയോ യമുനാതിരവനചാരി ജയോ കുഞ്ച വിഹാരി ജയോ യമുനാതിരവനചാരി ജയോ കുഞ്ച വിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത് അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാമഹ്യം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗുണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സകല ലളിതാ ശ്രീവിശാഖാൻ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനെ നമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാദാമദായ നഗരഗ്രാമധാരിണേ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനെ ശ്രീവാഷമാനവീ ദേവദേതായ കൃപാന്തേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനെ മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ നമസ്തേ ഗൗരവാണി ശ്രീമതേ ദീനതാരിണേ യുവാനിഗവൃതപസിദ്ധാന്തധാരിണേ നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രദംബരസാംബോധേ പാദാംബുജായിതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗരായ തേ ഗൗരാവിർഭാവഭൂമേ സ്തം നിർദ്ദേശ സജ്ജനപ്രിയ വിഷമസ്വരൂപഭൗമ ശ്രീജഗന്നാഥായ വൈ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിം. वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. हे कृष्णकृपासिन्धो दीनबन्धो जगत्पते
Gopesha Gopika Kanta Radha Kanta Namaste Jedam Shrado Pangoramavamantavati Nadivan Sarvasvalam Vojo Radha Madhuramohanam Divyat Vrindaranyakar Padrumada Srimad Ratnagara Simhasanastu Srimad Radha Srila Govinda Devo Preshtada Bhisiviman Sharam Srimanda Sarasaram Vivam Shivarattarstida Karshan Venuswani Gopin Gopinath Sri Sthana Tattaganjana Gaurangi Radhe Vrindavaneshwari Vashana Sudeni Paramamyami Jai Sri Krishna Chaitanya Prabhu Nityananda Sri Advaita Gadadhara Srivasati Gauravananda Hare Krishna 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 Hare 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 Ram 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 Hare Hare Mukam Karoti Vachalam Pangam Langayati Grimit Vande Sri Guru Dinadarinam Paramananta Madhavam Sri Chaitanya Visham Hari Om Tatsat Hare Krishna ചർച്ച ആരംഭിക്കാം. ശ്രീമദ് ഭാഗവത്തിലെ 3-ാമത്തെ സ്കന്ധമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ബ്രഹ്മദേവന്റെ സ്തുതികളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ സത്സംഗത്തിൽ നമ്മൾ പഠിച്ചു, ബ്രഹ്മദേവൻ പറയുന്നു, ഭഗവാന്റെ ലീലകൾ കേൾക്കാൻ താല്പര്യമില്ലാത്ത ജീവാത്മാക്കൾ വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും പ്രകൃതി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, തണുപ്പ്, ചൂട്, ഇതിലൊക്കെ എപ്പോഴും പരിഭ്രമരായി സംഭ്രമത്തിൽ വ്യാകുലപ്പെട്ടുകൊണ്ട് ടെൻഷനിലായിരിക്കും. ഭഗവാന്റെ കാര്യത്തിൽ താല്പര്യമില്ലാത്ത വ്യക്തികൾ അവർക്കെപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും. പ്രശ്നത്തിന് അവർക്കൊരു കാരണം മതി എന്നുള്ളതാണ്. അന്നേരം ഭഗവാന്റെ കാര്യത്തിൽ താല്പര്യം എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഉദാഹരണത്തിന് നമ്മൾ വൃന്ദാവന യാത്ര ഇപ്പോൾ പൊതുവെ പുറത്തുനിന്ന് ആരെയും അങ്ങനെ കൊണ്ടുപോകാറില്ല. നമ്മൾ പൊതുവെ നമ്മുടെ സത്സംഗത്തിലുള്ള ഭക്തർ, കാരണം ഭഗവാനെ കുറിച്ച് കേട്ട് മനസ്സിലാക്കിയവർ പോയെങ്കിലേ അത് ശരിയാവും. പക്ഷെ എന്നാലും നമ്മൾ വിചാരിച്ചു ഇപ്രാവശ്യം കുറച്ച് പുതിയ ആൾക്കാരെയും കൂടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഓപ്പണാക്കി. കുറച്ച് പുതിയ ആൾക്കാർ വന്നു. നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അത് പൊതുവെ നമ്മൾ യാത്ര രജിസ്റ്റർ ചെയ്യുമ്പോൾ പിന്നെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യില്ല, യാത്ര അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കാനായിട്ട്. അന്ന് മുതലേ അവർക്ക് പ്രശ്നമാണ്, ചൂട് കൂടുതലായിരിക്കും, പിന്നെ എന്തിനാ രജിസ്റ്റർ ചെയ്ത്. എന്തോ ഭാഗ്യത്തിന് അവരുടെ തന്നെ ടിക്കറ്റ് വെയിറ്റിംഗ് ആയി. അന്നേരം നമ്മൾ പറഞ്ഞു ടിക്കറ്റ് വെയിറ്റിംഗ് ആണ്. അത് പറഞ്ഞ് അതെന്താ ടിക്കറ്റ് വെയിറ്റിംഗ് ആയത്? അതെന്താ ടിക്കറ്റ് ഇങ്ങനെ വെയിറ്റിംഗ് ആയത്? നമ്മൾ ഇത്രയും കാശ് ചെലവായിട്ട് പിന്നെ ഇങ്ങനെ ടിക്കറ്റ് വെയിറ്റിംഗ് ആയി? നമ്മൾ എന്ത് പറയണം? അവസാനം പിന്നെ അവരോട് പറഞ്ഞ് അടുത്ത യാത്രയിലെ ഉൾപ്പെടുത്താം. അടുത്ത യാത്രയിൽ ഉൾപ്പെടുത്തിയാൽ മതി, നമ്മൾക്ക് അത്രയും കാശ് ചെലവാക്കിയിട്ട് എന്തോ പിന്നെ എന്തിനാ നമുക്ക് അതിന്റെ ഫെസിലിറ്റീസ് ഒക്കെ കിട്ടണ്ടേ എന്നൊക്കെ പോയിട്ട് എന്താ പറയല്ലോ. അവസാനം നമ്മൾ വിചാരിച്ചു, എന്നിട്ട് നമ്മുടെ യാത്ര കോർഡിനേറ്റ് ചെയ്യുന്ന ഭക്തർ വിചാരിച്ചു വലിയ പണിയായോ ഇവരെ ഉൾപ്പെടുത്തി. പിന്നെ അവസാനം കുറച്ച് ഇൻഡയറക്ട്ലി കുറച്ച് വൃന്ദാവനത്തിന്റെ മഹാത്മ്യമൊക്കെ, അതൊക്കെ വലിയ ഭാഗ്യമാണ്. ഇങ്ങനെ പിന്നെ ഭക്തരോട് പറയുമ്പോഴൊക്കെ ഒരു മര്യാദയൊക്കെ വേണം. എന്നിട്ടും എവിടെ മാറ്റവും തരാനാണ്, ഒരു മാറ്റമില്ല. അന്നേരം അങ്ങനെയുള്ള വ്യക്തികളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് എപ്പോഴും എന്ത് പ്രശ്നമുണ്ട്, എന്ത് നന്നായി നടക്കുന്നു എന്നല്ല അവർക്ക് കാണാൻ പറ്റുന്നത്, എന്ത് നടക്കുന്നില്ല. അതുകൊണ്ട് അവരെവിടെ പോകുന്നു അവിടെ എല്ലാം പ്രശ്നമായിരിക്കും. അവർക്ക് തോന്നുന്നു ചുറ്റുമുള്ള ആൾക്കാരാണ് പ്രശ്നം. ഹരേ കൃഷ്ണ. ആരെയും കുറ്റം പറഞ്ഞല്ല കേട്ടോ, ഞാൻ വ്യത്യസ്ത വ്യക്തികളുടെ ഒരു രീതി പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഭഗവാന്റെ കാര്യത്തിൽ താല്പര്യമില്ലാത്ത വ്യക്തികൾ എപ്പോഴും പ്രശ്നത്തിലായിരിക്കും.
പ്രശ്നം ഇല്ല എന്നല്ല, പ്രശ്നം എപ്പോഴും ഉണ്ട്. പക്ഷെ പ്രശ്നം മാത്രമേ അവർക്ക് കാണാൻ പറ്റൂ. വേറെ ചുറ്റും നടക്കുന്ന അത്ഭുതങ്ങളെ അവർക്ക് കാണാൻ കഴിയില്ല. കാരണം അവരുടെ നോട്ടത്തിലാണ് പ്രശ്നം. ആ ഒരു നോട്ടം കൊണ്ട് നോക്കുമ്പോൾ എല്ലായിടത്തും പ്രശ്നമാണ്. ഇപ്പൊ വൃന്ദാവനത്തിൽ ഈ വൃന്ദാവന യാത്രയെ കുറിച്ച് പറയുമ്പോൾ അയ്യോ ഭയങ്കര ചൂട്, ഇനി കുറച്ച് കഴിഞ്ഞാൽ പറയും പിന്നെ ഭയങ്കര തണുപ്പ്, പിന്നെ പറയും മഴ. പിന്നെ എപ്പോഴാണ് വൃന്ദാവനത്തിൽ പോകുന്നത്? ഇത് മൂന്നും അല്ലാതെ എപ്പോഴെങ്കിലും വൃന്ദാവനത്തിന് കിട്ടുമോ? ഇനി ഒരു ചൂടും തണുപ്പും അല്ലാത്ത ഒരു കാർത്തിക് മാസം എന്ന് പറയുമ്പോൾ അയ്യോ ഒരുപാട് ആൾക്കാർ, ഭയങ്കര തിരക്കാണ്, പിന്നെ എപ്പം പോകാനാണ് വൃന്ദാവനത്തിന്? ഇങ്ങനെ പല കാരണങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കും. അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ നാമവും ജപിക്കാതെ ഭഗവാനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികൾ എപ്പോഴും പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കും. പ്രശ്നങ്ങൾ ഇല്ല എന്നല്ല, ഭക്തർക്കും പ്രശ്നമുണ്ട്, ഭക്തിയിൽ ഇല്ലാത്തവർക്കും പ്രശ്നമുണ്ട്. എല്ലാവരും എപ്പോഴും പ്രശ്നത്തിലാണ്. പക്ഷെ പ്രശ്നങ്ങളായിട്ട് കാണുന്നവർക്ക് മാത്രമേ പ്രശ്നങ്ങൾ ഒരു പ്രശ്നങ്ങളായിട്ടുള്ളൂ. പ്രശ്നങ്ങളായിട്ട് കാണാത്തവർക്ക് എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല, അല്ലേ? ആ ഒരു പ്രശ്നങ്ങളുടെ നോട്ടത്തിൽ നിന്നും പ്രശ്നങ്ങളായി കാണുന്നതിനെക്കാട്ടിയും അപ്പുറത്ത് ഉയരണമെങ്കിൽ അത്രത്തോളം ഒരു ഉയർന്ന വീക്ഷണം നമുക്ക് വേണം. കോൺഷ്യസ്നെസ് ഉയർത്തേണ്ടി വരും. അതിന് ഭഗവാന്റെ നാമം ജപിക്കണം, ഭഗവാനെ കുറിച്ച് കേൾക്കണം. അതാണ് ആര് പറയുന്നത്? ഞാൻ പറയല്ല, ബ്രഹ്മദേവൻ പറയുക. ഈ സൃഷ്ടി ക്രിയേറ്റ് ചെയ്ത അദ്ദേഹം തന്നെ പറയുന്നു, അങ്ങയെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ലാത്തവരുടെ കാര്യം കട്ടപ്പുകയാണെന്ന് പറഞ്ഞു. ഹരേ കൃഷ്ണ. എന്നാൽ ഇവിടെ അടുത്ത 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇത് ശരീരവും മനസ്സിന്റെയും പ്രശ്നങ്ങളാണ്. ആത്മാവും ശരീരവുമല്ല, മനസ്സുമല്ല. പക്ഷെ എത്രത്തോളം കാലം ഈ ശരീരത്തെ ആസ്വാദനമായിട്ട് നമ്മൾ കാണുന്നുവോ അത്രത്തോളം തന്നെ ഇതിന്റെ ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഉപ്പ് തിന്ന വെള്ളം കുടിക്കേണ്ടി വരും, അല്ലെ? അതേപോലെ തന്നെ ഈ ശരീരത്തെ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടോ അതിന്റെ ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഇപ്പം യൗവനം മുഴുവൻ ആസ്വാദനത്തിൽ മാത്രം ഈശ്വര ചിന്തയൊന്നും ഇല്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ വൃദ്ധാവസ്ഥയിൽ അത്രത്തോളം വേദന അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ ചെറുപ്പകാലത്തിൽ സുഖിച്ചർമ്മതിച്ച് ജീവിക്കും, ഈശ്വരനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. പക്ഷെ പ്രായം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് വൃദ്ധാവസ്ഥയിൽ എല്ലാവർക്കും രോഗം വരും. പക്ഷെ നമ്മുടെ ശരീരം നശ്വരമാണല്ലോ. ഉദിക്കുന്ന സൂര്യൻ എന്തായാലും അസ്തമിക്കണം. അതേപോലെ ശരീരം നശിച്ചേ പറ്റൂ. പക്ഷെ എന്നിരുന്നാലും ശരീരം നശിക്കുമ്പോഴും നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആവത്തില്ല. പക്ഷെ ഈ ശരീരമാണ് എല്ലാം എന്ന് കരുതി ജീവിക്കുന്ന വ്യക്തികൾക്ക്, ഈ ശരീരത്തെ മാത്രം ആസ്വാദനമായിട്ട് കരുതുന്ന വ്യക്തികൾക്ക് ആ ആസ്വാദനം നശിക്കുമ്പോൾ വലിയ ഡിസ്റ്റർബൻസ് ആയി. അതുകൊണ്ടാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല വൃദ്ധസദനത്തിലുമുള്ള അമ്മമാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം വളരെ വിഷമമാണ്. കാരണം ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, മക്കൾക്കും കുടുംബം എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചു. അവസാനം ആരും നോക്കാതില്ലാതെ അഭയാർത്ഥികളെ പോലെ ഒരു സഹായമില്ലാതെ അവര് ഇങ്ങനെ താമസിക്കും. പക്ഷെ അവിടെ പ്രത്യേകിച്ച് ആ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളുടെ എന്തെങ്കിലും ഒരു പരിശീലനം ലഭിച്ചില്ല എങ്കിൽ അവർ വലിയ ഡിപ്രഷനിലോട്ട് പോകും. ഒരു മനസ്സമാധാനം അവർക്ക് കാണത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞ് റിട്ടയർമെന്റ് ആകുമ്പോൾ ആധ്യാത്മിക പരിശീലനം തുടങ്ങാൻ നിൽക്കരുത്. അതിന്റെ ഡെപ്തിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് കൂടുതലും നമ്മൾ അമ്മമാരെ നോക്കിക്കഴിഞ്ഞാൽ പാരായണം മാത്രം ചെയ്യും. പക്ഷെ അതിന്റെ അന്തിമ സത്ത, ആന്തരിക അർത്ഥത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു സമാധാനം കിട്ടത്തില്ല. നോക്കുമ്പോൾ എല്ലാം ചെയ്യും, ഗുരുവായൂരിൽ പോവും, പാരായണം ചെയ്യും, നാരായണീയം അറിയാം, ഭാഗവതം അറിയാം, എല്ലാം അറിയാം. പക്ഷെ ഒരു സമാധാനം, സന്തോഷം, സംതൃപ്തി, മുഖത്തൊരു ചിരി പോലും കാണത്തില്ല. അമ്പലത്തിൽ വരുമ്പോഴും മുഖമൊക്കെ അങ്ങ് വാടിയിരിക്കുന്നത്. ഭഗവാന്റെ മുഖം കാണുമ്പോൾ ഇങ്ങനെ ചിരിച്ചിട്ട് വീണ്ടും ഇങ്ങനെ ഒരു ചിരി കാണത്തില്ലെന്നുള്ള. നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെ ചിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഒന്ന് ആലോചിച്ചു. അന്നേരം അത്രയ്ക്ക് നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് ചിരിക്കാനോ സന്തോഷിക്കാനോ സമാധാനിക്കാനോ കഴിയില്ല. എന്താ, ഉള്ളിലൊരു സംതൃപ്തി ഇല്ല, ഓൾവേസ് ഡിസാറ്റിസ്ഫൈഡ്. അതുകൊണ്ട് എത്രയും നേരത്തെ ഭക്തി തുടങ്ങുന്നോ അത്രത്തോളം നല്ലതാണ്.
ലേറ്റായി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, നമ്മുടെ ശരീരം വീഴാൻ തുടങ്ങും. ഒരു പൂ വിടർന്ന് നല്ല വികസിച്ച് നിൽക്കും, പക്ഷെ ആ പൂ ഒരു ദിവസം വാടേണ്ടി വരും, അല്ലേ? അതേപോലെയാണ് നമ്മുടെ ഈ ശരീരം എന്നും ഇങ്ങനെ തന്നെ നിൽക്കുമെന്ന് വിചാരിക്കരുത്. നമ്മുടെ കാഴ്ചശക്തി പോവും, കേൾവിശക്തി പോവും, ഓർമ്മശക്തി നഷ്ടപ്പെടും. അതിനു മുമ്പേ ഈ ശരീരത്തെ മാക്സിമം ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, നമുക്കൊരു വള്ളം കിട്ടിയിരിക്കും. അന്നേരം നമ്മൾ സമുദ്രത്തിലാണ്. അന്നേരം ഈ വള്ളം അത് അത്ര നല്ല കണ്ടീഷനിലല്ല എന്നിരിക്കട്ടെ. അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ വെള്ളം ഉപയോഗിച്ച് തുഴഞ്ഞ് എത്രത്തോളം ദൂരം നമുക്ക് പോകാൻ പറ്റുന്നോ അത്രത്തോളം ദൂരെ പോകാം. അല്ലാതെ അവിടെ തന്നെ ഇങ്ങനെ ചുറ്റും എങ്ങോട്ട് പോകും എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്, എത്രയും പെട്ടെന്ന് ആ വള്ളത്തെ ഉപയോഗിച്ച് എത്രത്തോളം കരയ്ക്ക് അടുത്തെത്താൻ പറ്റുന്നു അത്രത്തോളം കരയ്ക്കെത്താം. അതേപോലെ ഈ ശരീരം എന്ന് പറഞ്ഞാൽ അതേപോലെ ഒരു വള്ളമാണ്. ഇതിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും. മെഴുകുതിരി പോലെ ഉരുകി ഇങ്ങനെ തീർന്നുകൊണ്ടേയിരിക്കും. അല്ലാതെ ഇതിങ്ങനെ നന്നാകാൻ പോകത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒരു തെറ്റിദ്ധാരണ വെക്കരുത്. നമ്മൾ നാമം ജപിച്ച് ഭക്തിയിൽ പുരോഗമിക്കുന്നതിനനുസരിച്ച് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും എന്നൊന്നും വിചാരിക്കരുത്. മനസ്സിൽ ടെൻഷൻ ഇല്ലാതിരിക്കും. അതല്ല, അത് നമ്മുടെ കയ്യിലാണ്. ശരീരം ശരീരത്തിന്റെ രീതിയിൽ പോവും, മനസ്സ് മനസ്സിന്റെ രീതിയിൽ അഴിഞ്ഞാടി പോവും. പക്ഷെ നമ്മൾ തീരുമാനിക്കണം നമ്മൾ എങ്ങനെ ഇരിക്കണം. ശരീരം ഏത് അവസ്ഥയിലിരുന്നാലും മനസ്സ് പല കാര്യങ്ങളും ആലോചിച്ച് വ്യാകുലപ്പെട്ടാലും നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകാതെ ഇരിക്കണം. നമ്മൾ എന്ന് പറയുന്ന ആരാണ്? നമ്മൾ ഈ ശരീരമല്ല, മനസ്സുമല്ല, ഇതിനപ്പുറത്തായിട്ടിരിക്കുന്ന ആത്മാവാണ്. അതുകൊണ്ടാണ് ബ്രഹ്മദേവൻ ഇവിടെ പറയുന്നത് എന്താണ്, യഥാർത്ഥത്തിൽ ഈ ശരീരത്തിന്റെ ക്ലേശം ആത്മാവിനെ ബാധിക്കുന്നില്ല. പക്ഷെ ആത്മാവിനെ ഈ ക്ലേശങ്ങളെല്ലാം ബാധിക്കുന്ന എന്തുകൊണ്ടാണ്? കാരണം ഈ ശരീരത്തെ കുറെ കാലം ആസ്വദിക്കുന്നതിന്റെ പരമാവധി ആസ്വദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ക്ലേശമാണ്. അതിന്റെ അർത്ഥം യൗവനം മുഴുവൻ ആസ്വദിച്ചു എന്നിട്ട് അവസാനമായിരിക്കും ക്ലേശം എന്നല്ല. ആസ്വദിക്കുന്നതിനനുസരിച്ച് യൗവനാവസ്ഥയിലും ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മൾ യുവാക്കളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ശരീരം നല്ല യൗവനാവസ്ഥയിലായതുകൊണ്ട് നല്ല ഫിറ്റ് ആണ്, പക്ഷെ മൈൻഡ് ഓൾവേസ് ഡിസ്റ്റർബ്ഡ് ആണ്. അവർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഇനി വൃദ്ധാവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന, അതുകൊണ്ടും മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ചെറുപ്പകാലത്തിൽ നമുക്ക് ഇതില്ല, എൻ്റെ കയ്യിൽ ഇതില്ല, അതില്ല എന്നുള്ള ചിന്തകളായിരിക്കും. വൃദ്ധാവസ്ഥയിൽ എല്ലാം ഉണ്ട്, പക്ഷെ ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ടെൻഷൻ. എപ്പോഴും ടെൻഷൻ തന്നെ. അന്നേരം ഭക്തിയിലില്ലാത്തവർക്ക് എപ്പോഴും ടെൻഷൻ മാത്രമേ കാണൂ. അതാണ് അവരുടെ സ്വത്ത്. യഥാർത്ഥ സ്വത്ത് അവരുടെ അതാണ്. എന്താണ്? ടെൻഷൻ. എന്തുകൊണ്ട്? ശരീരത്തെ അവർ ആസ്വാദന വിഷയമായിട്ട് കണ്ടു, ആസ്വാദനത്തിനെ മാത്രം ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് കരുതി, അതിനുവേണ്ടി മാത്രം ജീവിതം ഹോമിച്ചു. അതുകൊണ്ട് ജീവിതം എല്ലാം നശിച്ചു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? മായാശക്തിയാൽ. അന്നേരം മായാശക്തിയെ നമ്മൾ ആസ്വദിക്കുകയാണെങ്കിൽ അതിന് പേ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ക്ലേശങ്ങളിലൂടെ. ക്ലേശങ്ങൾ അനുഭവിച്ചാൽ ആസ്വാദനം കിട്ടും, ആസ്വാദിച്ചു കഴിഞ്ഞാൽ ക്ലേശം കിട്ടും. നമ്മൾ ഒരു മായാദേവി എന്ന് പറയുന്ന ഒരു കച്ചവടം ചെയ്യുന്ന ആളിനെ പോലെയാണ്, ഒരു കടക്കാരനെ പോലെയാണ് മായാദേവി. നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അതിനനുസരിച്ച് എന്തെങ്കിലും കിട്ടും. നമ്മൾ ക്ലേശങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ആസ്വാദനം തരും, നമ്മൾ ആസ്വദിച്ചു കഴിഞ്ഞാൽ ക്ലേശം തരും. കൊള്ളാല്ലേ? അതുകൊണ്ട് എന്തെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ കിട്ടും. ആസ്വദിച്ചാൽ ക്ലേശം കിട്ടും, ക്ലേശം ചെയ്ത്, അതായത് ഒരുപാട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആസ്വാദനം തരും. രണ്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അന്നേരം ഇത് രണ്ടിനെയും ഉപയോഗിച്ച് നമ്മളെ ഇങ്ങനെ കെട്ടിവെച്ചുകൊണ്ടിരിക്കുകയാണ് മായാദേവി. എന്ത്? ആസ്വാദനം, ഫ്രസ്ട്രേഷൻ, ആസ്വാദനം, ഫ്രസ്ട്രേഷൻ, ആസക്തി, ദ്വേഷം, രാഗദ്വേഷത്തിൽ നമ്മളെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ് മായാദേവി. ഇവിടെ 10ാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മദേവൻ പറയുന്നു, അങ്ങനെ ഭഗവാന്റെ കാര്യത്തിൽ താല്പര്യമില്ലാത്ത വ്യക്തികൾ എപ്പോഴും എന്ത് ചെയ്യും? ഘോര കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒരു കാര്യമില്ലാതെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഘോര കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒന്ന് ആലോചിച്ചു നാരായണ.
ഘോരകർമ്മം. വലിയ വലിയ കാണുമ്പോൾ വലിയ വലിയ ഫാക്ടറിയും അതും ഇതൊക്കെയാണ്. പക്ഷെ അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പ് എന്തെങ്കിലും ഒരു സാധനമായിരിക്കും. എന്ന് ആലോചിച്ചു. ഞാൻ വേറൊന്നും കൊണ്ട് പറയല്ല, ഇതെല്ലാവരും എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഒരു ഉദാഹരണം പറയാണ്. ഇപ്പോ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിസർജിക്കാനായിട്ട് നമ്മൾ നമ്മുടെ സ്ഥലത്ത് തന്നെ എവിടെയെങ്കിലുമൊക്കെ പോകും. അമ്മമാരാണെങ്കിലും ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്തോട്ട് പോകും. അതിനുശേഷം അവർ തിരിച്ചു വന്ന് അവരുടെ കുളിയൊക്കെ കഴിഞ്ഞ് അവരുടെ കാര്യങ്ങളിലോട്ട് നോക്കും. പക്ഷെ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടോയ്ലറ്റ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യമാണ്. അതിനുശേഷം അതിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാക്കുന്നു. ഓക്കെ, വളരെ നല്ല കാര്യം. എന്നിട്ട് ഈ ഡ്രെയിനേജ് സിസ്റ്റം കൊണ്ട് ഈ സാധനം എവിടെയാ കൊണ്ട് കളയുന്നത്? നേരെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് നദിയിലോ സമുദ്രത്തിലോ കൊണ്ട് തള്ളുകയാണ്. അന്നേരം നമ്മുടെ വീടും പറമ്പും നല്ല ശുദ്ധമാക്കി വെക്കുക, എന്നിട്ട് പ്രകൃതിയുടെ വേറൊരു സ്ഥലം നശിപ്പിക്കുക. എന്തോ വലിയ ബുദ്ധിമാനെ പോലെ നമ്മൾ എന്തൊക്കെയോ ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. പക്ഷെ അതേ സൊല്യൂഷൻ തന്നെ വീണ്ടും വലിയൊരു പ്രോബ്ലത്തിന് കാരണമാണ്. എന്നിട്ട് ഈ നദിയൊക്കെ അശുദ്ധമായി ഫാക്ടറിയുടെ വേസ്റ്റ് എല്ലാം കൊണ്ടുപോയി തള്ളുന്നത് നദിയിലായിരിക്കും, നദിയിലോ സമുദ്രത്തിലോ ആയിരിക്കും. എന്നിട്ട് ഈ വെള്ളം തന്നെ പിന്നെ കുടിവെള്ളത്തിന് വേണ്ടി ഇതിനെ ഫിൽട്ടർ ചെയ്യാൻ വീണ്ടും ഒരുപാട് പ്രോസസ്സിങ് ചെയ്യും. ഒന്നാലോചിച്ചു. അന്നേരം ഭക്തിയിൽ ഇല്ലാത്തവർക്ക് ബുദ്ധി വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് കാണിക്കുന്ന മുഴുവൻ മണ്ടത്തരമായിരിക്കും. അതായത് ഇരിക്കുന്ന കൊമ്പ് തന്നെ അറുത്തുകൊണ്ടിരിക്കുന്ന ഒരു മരം വെട്ടുകാരനെ പോലെയാണ്. ഇരിക്കുന്ന കൊമ്പാണ് അറുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത വ്യക്തികളാണ് ഇന്നത്തെ കാലത്ത് കൂടുതൽ. കാരണം എന്താ? ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല. ബുദ്ധി മന്ദബുദ്ധിയാണ്. എന്തുകൊണ്ട്? അവർ കാണുമ്പോൾ വലിയ പോഷ് സംസാരവും ഭയങ്കര വമ്പൻ രീതിയിൽ എന്തോ വലിയ കാര്യം ചെയ്യുന്ന പോലെയൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. അന്നേരം ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ വലിയ കോടാനുകോടി രൂപ ചെലവാക്കി ഓരോ സിനിമകൾ ഇറക്കുന്നു. ആ സിനിമ ഇറക്കുന്ന ആൾക്കാരുടെ വിചാരം എന്തോ വമ്പൻ കാര്യം ചെയ്യുന്ന പോലെയാണ്. അന്നേരം സിനിമ എന്ന് പറയുന്നത് പൊതുവെ കല കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്റർടൈൻമെന്റ് ആണ്. ഓക്കെ, പക്ഷെ ആ എന്റർടൈൻമെന്റിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു അറിവും കൂടെ കൊടുക്കണേ. അന്നേരം ആസ്വാദനം മാത്രം കൊടുക്കുന്നു, തെറ്റായിട്ടുള്ള മെസ്സേജും കൊടുക്കുന്നു. എന്നിട്ട് ഇതിലൂടെ കിട്ടുന്ന കാശ് വെച്ചിട്ട് അവരും എന്താണ് സുഖിച്ച് ജീവിക്കുന്നത്. അത്രേ ഉള്ളൂ. അവർ വിചാരിക്കുന്ന എന്തോ വലിയ കാര്യം ചെയ്യണം, പക്ഷെ ആർക്കും ഒരു പ്രയോജനമില്ല. എന്നിട്ട് ആ കാശ് അവരെന്ത് ചെയ്യുന്നു? തിന്നു തീർക്കുന്നു. അത്രേ ഉള്ളൂ. എത്ര കോടാനുകോടി രൂപ ഉണ്ടെങ്കിലും അതെങ്ങനെ അവർ തിന്നു തീർക്കുകയാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ പിന്നെ എന്താ ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് കൊടുക്കാതെ ബാക്കിയെല്ലാം കൂട്ടി ഇങ്ങനെ വെക്കും. അടുത്ത ജനറേഷൻ എന്നിട്ട് വളരെ ആർഭാടമായിട്ടുള്ളൊരു ജീവിതം നയിച്ചുകൊണ്ട് ശരീരത്തിന് മാക്സിമം കംഫർട്ട് കൊടുക്കും. അതിന് ശരീരത്തിന് മാക്സിമം സുഖഭോഗങ്ങൾ കൊടുക്കുമ്പോൾ ശരീരത്തിന് രോഗം വരും. അതുകൊണ്ട് ജിമ്മിൽ പോയി ശരീരം ഫിറ്റാക്കാൻ നോക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജീവിതം എങ്ങനെയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ മത്സ്യമാംസാദികളൊക്കെ ഒരു കണക്കില്ലാതെ തിന്നും. മൃഗങ്ങൾക്കും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. മൃഗങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട് തിന്നുന്നതിന്. മാക്സിമം തിന്ന് കയറ്റും എന്നുള്ളതാണ്. എന്നിട്ട് അന്നേരം ശരീരത്തെ പിന്നെ നിയന്ത്രിക്കാൻ വീണ്ടും എക്സസൈസുകളൊക്കെ ചെയ്ത് ബോഡി ഫിറ്റ് ആകും. ഇതിനു വേണ്ടി കൂടുതൽ തിന്നാൻ വേണ്ടി. എന്നിട്ട് കൂടുതൽ തിന്നണമെങ്കിൽ കൂടുതൽ കാശും വേണം, കൂടുതൽ കംഫോർട്ട്. അന്നേരം ഒരു ഘോര കർമ്മങ്ങളുടെ നടുവിലാണ് അവർ തന്നെ. ഈ പട്ടുനൂൽ പുഴുവിനെ പോലെ അവർ തന്നെ അവരുടെ ചുറ്റും ഒരു കെട്ട് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഒരിക്കലും അഴിയാത്ത കെട്ട്. ഒരു ബുദ്ധിയില്ലാതെ എന്തൊക്കെയോ ഘോര കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എന്ന് അവർക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് അവരുടെ വിചാരം അവരുടെ ഈ ശരീരം എന്നെന്നോ അവരുടെ കൂട്ടത്തിൽ കാണുന്നതാണ്. അവരുടെ പ്ലാനിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞ് ഇത് ചെയ്യണം, 20 വർഷം കഴിഞ്ഞ് ഇത് ചെയ്യണം, 50 വർഷം കഴിഞ്ഞാൽ ഇതായിരിക്കണം, എൻ്റെ മക്കള്, കൊച്ചുമക്കളുടെ വിവാഹം, ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവരുടെ വിക്കറ്റ് ഇപ്പം വീഴുന്ന് അടുത്തെത്തി, സ്റ്റമ്പ് തെറിക്കാറായി എന്നവർക്ക് പറഞ്ഞുകൂടാ. അവരതിനെ ചിന്തിക്കാനും താല്പര്യമില്ല. ഇതിനെക്കുറിച്ച് പരംപൂജ്യ രാധാനാഥ് സ്വാമി മഹാരാജ് ഒരു ഉദാഹരണം നൽകുന്നുണ്ട്.
അദ്ദേഹം ഒരിക്കൽ ഗംഗാ നദിയുടെ നടുക്ക് ഒരു പാറയുണ്ടായിരുന്നു. ഒരു അക്കരയ്ക്കും ഇക്കരയ്ക്കും നടുക്കായിട്ടൊരു പാറയുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹം ഒരു കാഴ്ച കാണുന്നത്. ഒരു പരുന്ത് പെട്ടെന്ന് ഗംഗാ നദിയിലേക്ക് വന്നു. എന്നിട്ട് ആ കാലുകൾ വെള്ളത്തിന്റെ അടിയിലോട്ടിട്ടു. എന്നിട്ട് ഒരു മീനെയും പിടിച്ചുകൊണ്ട് ഒറ്റ പോക്കാണ്. അന്നേരം അദ്ദേഹം ചിന്തിക്കുകയായിരുന്നു, ഈ മീൻ ഒട്ടും വിചാരിച്ചു കാണത്തില്ല ഇന്ന് എന്റെ അന്ത്യമാണ്. മീനും കുടുംബമൊക്കെ കാണും, മക്കളും കൊച്ചുമക്കളും ഒക്കെ കാണും. എന്നത്തെയും ജീവിതം പോലെ, സാധാരണ ജീവിതം പോലെ ആ മീൻ ജീവിക്കുമായിരുന്നു. ഇന്നലത്തെ ദിവസം പോലെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞ് സുഖിച്ചിങ്ങനെ ജീവിക്കുകയായിരുന്നു. പക്ഷെ മുകളിൽ നിന്ന് ഒരു പരുന്ത് ഈ മീനെ നോട്ടം ഇട്ടു എന്ന് ഈ മീൻ അറിയത്തില്ലായിരുന്നു. അതേപോലെയാണ് കാലന്റെ നോട്ടം നമ്മുടെ മുകളിലാണ് എന്ന് നമുക്ക് അറിഞ്ഞൂടാ. പെട്ടെന്ന് വന്ന് ഒറ്റ പിടിയായിരിക്കും, റാഞ്ചിക്കൊണ്ട് ഒറ്റ പോക്കായിരിക്കും, തീർന്നു. അതോടുകൂടി എല്ലാം തീർന്നു. അതുകൊണ്ട് മരണം എപ്പോഴാണ് നമ്മളെ തേടി എത്തുന്നത് എന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് മരണത്തിന് മുമ്പേ നമ്മൾ എന്തായിരിക്കണം? പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. എന്തിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? തിന്നുക, കുടിക്കുക, അർമ്മതിച്ച് ഇങ്ങനെ ഇരിക്കുക, ഇതാണോ ജീവിതത്തിന്റെ ലക്ഷ്യം? മൃഗങ്ങൾ പോലും ചെയ്യുന്ന കാര്യമില്ലേ അത്? മൃഗങ്ങളും തിന്നുന്നു, കുടിക്കുന്നു, ഉറങ്ങുന്നു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. എന്നിട്ട് നമ്മളും ഭക്ഷണം കഴിക്കേണ്ട, ഉറങ്ങണ്ട എന്നാണോ? ഒന്ന് ആലോചിച്ചു. മൃഗങ്ങൾ ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പിന്നെ നമ്മളും അവരുമായിട്ട് എന്താണ് വ്യത്യാസം? നമ്മളും അവരുമായിട്ട് എന്താണ് വ്യത്യാസം? നമ്മളും അവരുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ മൃഗങ്ങൾ ചിന്തിക്കുന്ന പോലെ, മൃഗങ്ങളെ സംബന്ധിച്ചോളം എന്താ എപ്പോഴും ചിന്തിക്കുന്ന? തിന്നുക, കുടിക്കുക, അപ്പിയിടുക, അത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് മൃഗങ്ങൾ ചെയ്യുന്നത്. നമ്മളും അത് തന്നെയാണ് ചിന്തിക്കുന്നതെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ബെഡ് കോഫി, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ലഞ്ച്, പിന്നെ ഡിന്നർ, ലൈംഗിക ചിന്തകൾ. മൃഗങ്ങളെ പോലെയാണ് നമ്മുടെ ജീവിതം എങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് മനുഷ്യരാകുന്നത്? നമ്മൾ മൃഗങ്ങളല്ല, മനുഷ്യരാണ്. അന്നേരം ഇവിടെ ബ്രഹ്മദേവൻ അതാണ് പറയുന്നത്. ഭഗവാന്റെ കാര്യത്തിൽ താല്പര്യമില്ലാത്ത വ്യക്തികൾ എപ്പോഴും എന്ത് ചെയ്യും? ഘോര കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. പകൽ മുതൽ, സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ, ചിലപ്പോൾ രാത്രിയിലും വർക്ക് ചെയ്യും. ഇന്നത്തെ കാലത്ത് രാത്രിയിലും വർക്ക് ചെയ്യും. എപ്പോഴും ഘോര കർമ്മങ്ങൾ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവർ ഉറങ്ങുന്ന സമയത്ത് അവർക്ക് ഉറക്കം വരത്തില്ല. കാരണം എന്താ? പല പല ഊഹാപോഹങ്ങൾ കൊണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. ഏറ്റവും നല്ല പോഷ് ഫ്ലാറ്റോ വീടോ ആയിരിക്കും, നല്ല കോസ്റ്റ്ലി വണ്ടിയായിരിക്കും, പക്ഷെ ഉറങ്ങുന്ന സമയത്ത് ഉറക്കം വരത്തില്ല അവർക്ക്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് അവരുടെ എല്ലാ ഉദ്യമനങ്ങളെയും മായാദേവി തടസ്സപ്പെടുത്തുന്നു? പൊതുവെ നമ്മൾ കേൾക്കാറില്ലേ, മാൻ പ്രൊപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. മനുഷ്യർ പലതും പ്ലാൻ ചെയ്യും, ഭഗവാൻ എന്ത് ചെയ്യും? മായാദേവിയിലൂടെ അതിനെ തടസ്സപ്പെടുത്തും. കാരണം എന്താ? നമ്മളുടെ അധീനതയിലല്ല ഈ ലോകം. നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കേണ്ടതല്ല ഈ ലോകം. നമ്മൾ ഭക്തര് തന്നെ ഭഗവാനോട്, ഭഗവാൻ എന്താ ഭഗവാൻ ഇങ്ങനെ ചെയ്തേ? ഭയങ്കര മോശമായി, ഇതെന്താ ഇങ്ങനെ ചെയ്തേ? അതെന്താ എന്റെ വീട്ടിൽ ഇത് നടക്കാത്ത? അതെന്താ ഇത് നടക്കാത്ത? നമ്മൾ ആരാ? ഭഗവാൻ ചോദിക്കും, താൻ ആരുവാ? നീ ആരാണ് എന്നോട് ഇത് ചോദിക്കാനെന്ന് ഭഗവാൻ ചോദിച്ചു കഴിഞ്ഞാ നമ്മൾ ചിന്തിക്കണ്ടേ? നമ്മൾ ആരാണ് ഇതൊക്കെ ചോദിക്കാൻ? കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു ഈ ലോകം മുഴുവൻ നമ്മുടേതാണ്. ഈ ലോകം നമ്മുടേതല്ല, ഈ ശരീരം നമ്മുടേതല്ല. നമുക്ക് എന്ത് അധികാരം, അവകാശമുണ്ട് ഭഗവാനോട് ഇങ്ങനെ ചോദിക്കും? പിന്നെ നമ്മുടെ മക്കളൊക്കെ ഇത് നമ്മൾ പറയുന്നത്, ഇത് ഭഗവാനെ എന്റെ മക്കള്. നിന്റെ മക്കളോ? ആര്? അതെന്റെ മക്കളാണെന്ന് പറയും. ഇതെങ്ങനെ നിന്റെ മക്കളായത്? ഇതെന്റെ ഭർത്താവ്, എന്റെ ഭാര്യ. നിന്റെ ഭർത്താവ്, എന്റെ ഭാര്യയോ? ഇതൊന്നും നിന്റെ അല്ല, എന്റെയാണല്ല. അതുകൊണ്ട് നമുക്ക് അതിന്റെ അവകാശമൊന്നുമില്ല. എന്താണ് ഇങ്ങനെ, എന്താണ് അങ്ങനെ ഒന്നും ചോദിക്കാനുള്ള അധികാരമില്ല. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഭഗവാൻ ഇതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, ഭഗവാൻ എന്താ പറയണ്ടത്? അതുകൊണ്ട് ഭഗവാൻ മിണ്ടായിരിക്കും. ഭഗവാൻ വിചാരിക്കും പൊട്ടന്മാരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും.
അതുകൊണ്ട് നമ്മൾ പലതും പ്ലാൻ ചെയ്യും. ഇത് ചെയ്യണം, എന്റെ മക്കള്, എന്റെ കൊച്ചുമക്കൾ എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ പറയും ഏത് മക്കള്, ഏത് കൊച്ചുമക്കൾ? അതെല്ലാം കൺഫ്യൂസിങ് ആണ്. അതുകൊണ്ട് പല പല ഘോര കർമ്മങ്ങളിലും ഏർപ്പെട്ടിട്ട് അവരുടെ ജീവിതം വെറുതെ ആയിപ്പോകും. ആരുടെ? ഭഗവാനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികളുടെ. എന്നിട്ട് ഇവിടെ പറയുന്ന വലിയ വലിയ ഋഷിമാരാണെങ്കിൽ പോലും, വലിയ വലിയ സ്വാമിമാരാണെങ്കിൽ പോലും അവർക്ക് ഭഗവാന്റെ കാര്യം കേൾക്കാൻ താല്പര്യമില്ല. വലിയ കാവ്യ വസ്ത്രമൊക്കെ ഇട്ട്, വലിയ നെഞ്ചു വരെ താടിയൊക്കെ വളർത്തി, നല്ല മീശയും വലിയ രുദ്രാക്ഷമൊക്കെ ഇട്ട്, അല്ലെങ്കിൽ തുളസിമാലയൊക്കെ ഇട്ടിട്ടുണ്ടെന്നിരിക്കട്ടെ, വലിയ നീട്ടി മുടിയൊക്കെ വളർത്തിയിട്ടുണ്ട് അല്ലേ, പക്ഷെ ഭഗവാനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ല. ഒരു കാര്യമില്ല മക്കളെ, ഇവിടെ തന്നെ കറങ്ങി നടക്കേണ്ടി വരും. നമ്മുടെ താടിയും മീശയും കണ്ടിട്ടല്ല ഭഗവാൻ അങ്ങോട്ട് എത്ര കിലോയുടെ രുദ്രാക്ഷമോ, എത്ര കിലോയുടെ തുളസിമാല ഇടുന്നോ, എത്ര മീറ്റർ നീളമുള്ള തിലകിടുന്നോ, കുറിയിടുന്നോ, അതിന്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല ഭഗവാൻ അങ്ങോട്ട് എടുക്കുന്നത്. ഭഗവാൻ എടുക്കുന്നത് അദ്ദേഹത്തിന്റെ കാര്യം കേൾക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നാണ്. നമുക്ക് അദ്ദേഹത്തിന് താല്പര്യം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മളോട് താല്പര്യമില്ല. വെരി സിമ്പിൾ. വളരെ കോമൺ സെൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മോക്ഷം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ലോകത്ത് കയറുക എന്നതാണ്. അങ്ങനെ ഭഗവാന്റെ ലോകം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വീടാണ്. ഇതും ഭഗവാന്റെ വീടാണ്. പക്ഷെ നമ്മളെ പോലെയുള്ള തോന്നിവാസികൾക്ക് നൽകിയിരിക്കുന്ന ലോകമാണ് ഈ ലോകം, തോന്നിവാസികളുടെ ലോകം. തോന്നിവാസി എന്ന് പറഞ്ഞാൽ തോന്നുന്ന പോലെ വസിക്കുന്നവർ, അപ്പോഴപ്പോൾ തോന്നുന്ന ചെയ്യുന്ന കാര്യം. ഇപ്പം തോന്നുന്നു ജപിക്കാൻ, കുറച്ച് ജപിച്ചിട്ടൊന്നും നടക്കുന്നില്ല, ഇത്രയും കാലമായിട്ട് ജപിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, പിന്നെ എന്താ പ്രയോജനം? അന്നേരം ജപം നിർത്തും. പിന്നെ കുറച്ച് മായത ഇവിടെ കർണകുറ്റി യോഗി നല്ലത് കിട്ടുമ്പോഴത്തേക്കും അയ്യോ അയ്യോ ജപിക്കാം അമ്മേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ജപിക്കാൻ, വീണ്ടും ജപിക്കും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്. അന്നേരം അതിൽ നിന്നൊക്കെ പുറത്തു വന്ന് ഭഗവാന്റെ ലോകത്ത് നമ്മൾ കയറണമെങ്കിൽ ഭഗവാൻ ഇഷ്ടമുള്ളവരെ അങ്ങോട്ട് കയറ്റൂ. അന്നേരം ഭഗവാന്റെ നാമം ജപിക്കാൻ നമുക്ക് താല്പര്യമില്ല, ഭഗവാനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ല, പിന്നെ എന്തിനാണ് ഭഗവാൻ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത്? അതുകൊണ്ട് വളരെ സിമ്പിളാണ്. നമുക്ക് ഭഗവാൻ, ഇപ്പോ രുക്മിണി ദേവി ഭഗവാനെ കണ്ടില്ലായിരുന്നു. നാരദ മഹർഷിയിൽ നിന്നും കേട്ട് 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 ഭഗവാന്റെ കൂട്ടത്തിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹം വന്നു. അതുകൊണ്ട് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ താല്പര്യം ഇനിയും കൂടി. അപ്പോൾ എന്ത് ചെയ്തു? ഭഗവാൻ വന്നും കൊണ്ടുപോയി. എത്രയേ ഉള്ളൂ, സിമ്പിൾ. അതേപോലെ നമുക്കും ഭഗവാനെ കുറിച്ച് കേൾക്കാൻ അതീവ താല്പര്യമാണ്, അതീവ നാമ ജപിക്കാൻ. മെയിൻ കാര്യം ജപമാണ്. ഞാൻ പറഞ്ഞില്ലേ, ജപത്തിലാണ് എല്ലാം ഇരിക്കുന്നത്. ജപിക്കാൻ മടിയാണോ, തീർന്നു, നമ്മുടെ ജീവിതം കട്ടപ്പുകയാണ്, ഒരു രക്ഷയില്ല. അതുകൊണ്ട് ജപിക്കാനുള്ള താല്പര്യം വർദ്ധിപ്പിക്കണം. ആരുണ്ടെങ്കിലും ആരില്ലെങ്കിലും എത്ര നേരം വേണമെങ്കിലും ജപിച്ചിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. എങ്കിൽ അടിച്ചു പൊളിച്ചു, നമ്മുടെ ജീവിതം സെറ്റായി. അത് ഒരു ദിവസമല്ല, തുടർച്ചയായിട്ട് എത്ര ദിവസം വേണമെങ്കിലും, എത്ര നേരം വേണമെങ്കിലും, ഒരു മടുപ്പും ഇല്ലാതെ, വേറൊരു ചിന്തയില്ലാതെ നാമം ജപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു മക്കളെ. അല്ലെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പുകയാണ്. അതിവിടെ പറയുന്നത് എന്താണ്? 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഭഗവാനെ, അങ്ങയുടെ ഭക്തര് ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ അങ്ങയെക്കുറിച്ച് കേട്ട് കേട്ട് അങ്ങയെ കണ്ടുകൊണ്ടിരിക്കുന്നു സദാസമയം. അതുകൊണ്ട് ഭഗവാനെ കാണാനുള്ള വഴി എന്താണ്? ഈ പന്ന കണ്ണുകൾ കൊണ്ടല്ല നമ്മൾ കാണേണ്ടത്. ഈ കണ്ണുകടിയുള്ള ഈ കണ്ണുകൊണ്ടല്ല നമ്മൾ ഭഗവാനെ കാണേണ്ടത്. നമ്മൾ എങ്ങനെയാ ഭഗവാനെ കാണേണ്ടത്? കേട്ട് കേട്ട് കാണുക, ഭഗവാനെ കുറിച്ച് കേൾക്കുക, ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ, ശ്രവണത്തിലൂടെ ദർശനം. കേട്ട് കേട്ട് ഭഗവാനെ കാണുക, അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത്. കേൾക്കാതെ ഭഗവാനെ കാണുമ്പോൾ ഒന്നും നമുക്ക് മനസ്സിലാവത്തില്ല. ഭഗവാനെ കുറിച്ച് കേൾക്കുക, കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ അനുപശ്യതി, കേട്ട് കേട്ട് ഭഗവാനെ കാണുക എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ കേട്ട് കേട്ട് ഭഗവാനെ കാണുമ്പോൾ എന്താവും? അവരുടെ ഹൃദയമൊക്കെ ശുദ്ധമാകും. അങ്ങനെ ഹൃദയം ശുദ്ധമായി കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ഹൃദയം വൃന്ദാവനമാകും. എന്താണ്? ഭഗവാൻ എപ്പോഴും ഓർക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ എപ്പോഴും ഇരിക്കുന്ന വൃന്ദാവനത്തിലാണ്. വൃന്ദാവനത്തിലല്ലാതെ ഒരു സ്ഥലത്തും ഭഗവാന് ഇരിക്കാൻ ഇഷ്ടമല്ല. അപ്പൊ നമ്മുടെ ഹൃദയം ഒരു കാടാണ്, വൃത്തികെട്ട ഒരു കാടാണ്.
വലിയ ക്രൂര മൃഗങ്ങളും മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള ആഗ്രഹങ്ങൾ സൂക്ഷിക്കുന്ന ഹീന മൃഗങ്ങൾ നിറഞ്ഞൊരു കാടാണ്. എന്നാൽ ഈ കാടെല്ലാം വെട്ടിത്തെളിച്ച് ഇതിനെ ഒരു വൃന്ദാവനമാക്കണം. നമ്മുടെ ഹൃദയം വൃന്ദാവനമായി കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂരപ്പൻ സദാ നമ്മുടെ ഹൃദയത്തിൽ യമുനാ നദി ഒഴുകി ഗോവർദ്ധനത്തിന്റെ ചുവട്ടിൽ രാധാറാണിയും കൃഷ്ണനും ഗോപികമാരും ഗോപന്മാരും എപ്പോഴും വസിക്കുന്ന ഒരു സ്ഥലമായി മാറും നമ്മുടെ വൃന്ദാവനം. നല്ല അടിപൊളി. അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ വൃന്ദാവനമാണെങ്കിൽ നോക്കുന്നിടത്തെല്ലാം വൃന്ദാവനമായിരിക്കും. ഹൃദയത്തിൽ കാമമാണോ നോക്കുന്നിടത്തെല്ലാം കാമമായിരിക്കും. ഹൃദയത്തിൽ മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള ആഗ്രഹമാണെങ്കിൽ എല്ലാവരെയും എൻ്റെ ശത്രുവായിട്ട് കാണാൻ പറ്റും. അതാണ് നമ്മൾ മനസ്സിലായത്. എന്നാൽ ഇവിടെ ആധികാരികമായിട്ടുള്ള ഗുരു ശിഷ്യ പരമ്പരയിലൂടെ കേട്ട് കേട്ട് നമ്മൾ ഭഗവാനെ കാണും. അങ്ങനെ ഭഗവാനെ കാണുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ ഉറച്ചു നിൽക്കും. എന്നിട്ടിവിടെ പറയുന്നു, ഭഗവാനെ അങ്ങ് എത്ര കരുണാകരനാണ്. ഇവിടെ പറയുന്നു, അങ്ങയുടെ ഭക്തരോട് അങ്ങ് എപ്പോഴും കാരുണ്യം കാണിക്കുക, അല്ലേ? സത്യമല്ലേ? ശ്രീകൃഷ്ണ എത്ര കാരുണ്യം നൽകുന്നു നമുക്ക്. കുചേലൻ പറയുന്നു, അതായത് കുചേലൻ ദ്വാരകയിലെത്തി. എന്നിട്ട് ഭഗവാനോട് ഒന്നും ചോദിച്ചില്ല. എന്നിട്ട് തിരിച്ചു വരുമ്പോഴും അദ്ദേഹം നമ്മളായിരുന്നു എന്ത് എത്തിച്ചേരാൻ, ഒരു കൂട്ടുകാരൻ പോലും, വലിയ ദ്വാരകാനാഥൻ, ഒരു എന്തെങ്കിലും വേണോന്ന് പോലും ചോദിച്ചില്ല. ഒരു 10 രൂപയെങ്കിലും തന്നൂടായിരുന്നു എന്ന്. ഒന്നുമില്ലെങ്കിൽ യാത്രാക്കൂലി എങ്കിലും നൽകിക്കൂടെ? ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വെയിലത്ത് ഞാൻ നടന്ന് പൊരിഞ്ഞ വെയിലത്ത് ഇത്രയും ദൂരം വന്നു, എന്നിട്ടൊരു യാത്രാകൂലി പോലും നൽകിയിട്ടില്ല. കള്ള ദുഷ്ടൻ എന്നൊക്കെ നമ്മൾ ഭഗവാനെ പറഞ്ഞു. പക്ഷെ കുചേലൻ എന്താ പറയുന്നത്? കുചേലൻ പറയുന്നത്, ഭഗവാനെ അങ്ങ് എത്ര കാരുണ്യമുള്ളവനാണ്. ഞാൻ വന്ന് കയറിയ ഉടൻ തന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ചു. എന്റെ വസ്ത്രമെല്ലാം മലിനമായിട്ടിരിക്കുന്നു, വേർപ്പും ദുർഗന്ധവും നിറഞ്ഞിരിക്കുന്നു, അഴുക്ക് പുരണ്ടിരിക്കുന്നു, കീറിയിരിക്കുന്നു. ഇതൊന്നും നോക്കാതെ അഖിലകോടി ബ്രഹ്മാണ്ഡ നായകൻ എന്നെ കെട്ടിപ്പിടിച്ചു. എന്തുകൊണ്ട്? എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? ഞാൻ ഏത് ജന്മത്തിൽ ചെയ്ത പുണ്യമാണ് അങ്ങനെ സ്പർശിച്ചത്? അങ്ങയുടെ സുന്ദരമായിട്ടുള്ള ശരീരത്തെ ആലിംഗനം ചെയ്യാനുള്ള മഹാസൗഭാഗ്യം എനിക്ക് എന്തുകൊണ്ട് ലഭിച്ചു എന്ന് കുചേലൻ ചിന്തിക്കുക. പിന്നെ കുചേലൻ വിചാരിച്ചു, എനിക്ക് ആ സൗഭാഗ്യം ഉണ്ട് എന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അഹങ്കരിച്ചു പോകും. അതുകൊണ്ട് കുചേലൻ ഉടനെ അതിനെ മാറ്റിയിട്ട് പറയാ, അതെന്റെ സൗഭാഗ്യമൊന്നുമല്ല ഭഗവാനെ, അങ്ങ് പൊതുവെ ഇങ്ങനെ തന്നെയാണ്, അങ്ങയുടെ സ്വഭാവം ഇങ്ങനെയാണ്. കാരണം എന്താ? ബ്രാഹ്മണരെ അങ്ങേക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അങ്ങ് ഇത്രയും കാരുണ്യം കാണിച്ചത്. ഉടൻ തന്നെ കുചേലൻ ചിന്തിച്ചു, ഇനി ഞാൻ ബ്രാഹ്മണനാണെന്ന് ചിന്തിച്ചാൽ എനിക്ക് അഹങ്കാരം വന്നാലോ? അതുകൊണ്ട് കുചേലൻ വീണ്ടും പറഞ്ഞു, ഞാൻ ബ്രാഹ്മണൻ പോലും അല്ല, വെറും ഒരു ബ്രഹ്മബന്ധു. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു എന്നേ ഉള്ളൂ. ബ്രഹ്മത്തെ ഞാൻ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. ആത്മീയ കാര്യങ്ങളൊന്നും എനിക്ക്, ഇത് ആരാ പറയുന്നത് നമ്മൾ നോക്കണം. മഹാപണ്ഡിതൻ, ഭഗവാന്റെ സ്വന്തം കൂട്ടുകാരൻ, ശാസ്ത്രങ്ങളെല്ലാം സാക്ഷാത്കരിച്ച വ്യക്തി. അദ്ദേഹം പറയുന്നു, എനിക്ക് ബ്രഹ്മം എന്താന്ന്, ബ്രഹ്മത്തെ അറിഞ്ഞ ആളാണ് ബ്രാഹ്മണൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജന്മനാ ജായതേ ശൂദ്ര, ജനനം കൊണ്ട് എല്ലാവരും ശൂദ്രരാണ്, അല്ല ജനനം കൊണ്ട് ആരും ബ്രാഹ്മണരാകുന്നില്ല. സംസ്കാരേത് ഭവേത് ദ്വിജ, സംസ്കാരം, വൈദിക സംസ്കാരം, എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന തിരിച്ചറിവുള്ള വ്യക്തിയാണ് സംസ്കാര സമ്പന്നൻ. അവനാണ് ദ്വിജൻ. ഗുരുവിൽ നിന്ന് പഠിക്കണം എന്താണ് സംസ്കാരം എന്ന്. അന്നേരം സംസ്കാരം ലഭിക്കുമ്പോൾ ദ്വിജൻ രണ്ടാമത് ജനിക്കുന്നു. വേദ പഠന്തി ഇതി വിപ്ര, വേദശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ അവൻ വിപ്രനായി, അറിവ് നേടി. ആ അറിവിനെ പ്രാവർത്തികമാക്കുമ്പോൾ, സാക്ഷാത്കരിക്കുമ്പോൾ ബ്രഹ്മജ്ഞാന ഇതി ബ്രാഹ്മണ,
ബ്രഹ്മത്തെ അറിയുമ്പോൾ, തൊട്ടറിയുമ്പോൾ അവൻ ബ്രാഹ്മണനായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നേരം ഇവിടെ നമ്മുടെ കുചേലൻ പറയുകയാണ്, സുധാമ പറയുകയാണ്, എനിക്ക് വേദങ്ങൾ എന്താണെന്നോ ശാസ്ത്രങ്ങൾ എന്താണെന്നോ ഒന്നും അറിഞ്ഞുകൂടാ ഭഗവാനെ. ഞാൻ ബ്രഹ്മത്തെ ഇതുവരെ അറിഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ ബ്രാഹ്മണനുമല്ല. എങ്കിൽ പിന്നെ എന്താണ് അങ്ങ് ഇങ്ങനെ കാണിക്കുന്നത്? അത് ബ്രഹ്മബന്ധുവായതുകൊണ്ടായിരിക്കും. അങ്ങേക്ക് ബ്രാഹ്മണനെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി, എല്ലാവർക്കും ഒരു മാതൃക കാണിക്കാൻ വേണ്ടി, ഞാൻ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം എനിക്ക് അങ്ങ് ഇത്രയും ബഹുമാനം നൽകി എന്നാണ് ഞാൻ കരുതുന്നതെന്ന് വിചാരിച്ചു. എന്താ പറയുന്നത് അല്ലെ? ഇതേപോലെ ആയിരിക്കണം ഭക്തൻ. ഇത്രയും പരമോന്നത ഭക്തനായിട്ടും ഭഗവാന്റെ കൂട്ടത്തിൽ നിത്യവും സൗഹൃദത്തിലുള്ള ആ കൂട്ടുകാരൻ സ്വയം ചിന്തിക്കുന്നത് ഞാൻ വെറും തുച്ഛമാണെന്നാണ്. പിന്നെ എന്തിന്റെ അഹങ്കാരമാണ് നമുക്കുള്ളത് അല്ലേ? നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. നമ്മൾ ഒന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഭഗവാൻ നമ്മളെ പലതുമാക്കും. ഒന്നാലോചിച്ചു. അന്നേരം ഇവിടെ കുചേലൻ അദ്ദേഹം പറയുന്നു, ഭഗവാനെ എന്നോട് അങ്ങ് എന്തിന് ഇത്രയും കാരുണ്യം കാണിക്കുന്നു എനിക്കറിഞ്ഞു. അങ്ങയുടെ പൊതുവെ സ്വഭാവം എങ്ങനെയാണ്? ഞാൻ ഏത് ജന്മത്തിൽ ചെയ്ത സൗഭാഗ്യം. പക്ഷെ പിന്നെ ഉടനെ പറഞ്ഞു, അയ്യോ അതെന്റെ സൗഭാഗ്യം, അങ്ങയുടെ കാരുണ്യമാണ്, കാരണം അങ്ങേക്ക് ബ്രാഹ്മണരെ വലിയ ഇഷ്ടമാണ്. പക്ഷെ പിന്നെ വിചാരിച്ചു, അല്ലല്ല, ഞാൻ ബ്രാഹ്മണൻ പോലും അല്ല, ഞാനൊരു ബ്രഹ്മബന്ധുവാണ്, ബ്രാഹ്മണന്റെ ഒരു കൂട്ടുകാരൻ, ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു എന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് അങ്ങ് ഇന്നിങ്ങനെ കാണിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആള് പറഞ്ഞു, ഇങ്ങനെ പോകുന്ന സമയത്ത് ആള് ചിന്തിക്കുകയാണ്, ഭഗവാൻ അതിന്നും വലിയ കാരുണ്യം എന്നോട് കാണിച്ചു. എന്താണ്? എനിക്കൊന്നും തന്നില്ല. കാരണം അദ്ദേഹത്തിന് എന്റെ സ്വഭാവം നല്ലപോലെ അറിയാം. ഉള്ളിലുള്ള ആസക്തി ഇതൊന്നും പോയിട്ടില്ല. കാമക്രോധ മോഹലോഭ മതമത്സരാദികളൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും നൽകിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ അഹങ്കരിക്കും, ഞാൻ അങ്ങേ മറന്നു പോകും എന്ന് അങ്ങേക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അങ്ങ് ബുദ്ധിപൂർവം എന്നോടുള്ള കാരുണ്യത്താൽ അങ്ങ് എനിക്കൊന്നും നൽകിയില്ലല്ലോ കൃഷ്ണ, അങ്ങ് എത്ര കാരുണ്യവാനാണ് എന്നാണ് കുചേലൻ ചിന്തിക്കുന്നത്. ഒന്നാലോചിച്ചു. എന്നിട്ട് അതേപോലെ ഇവിടെ അതാണ് പറയുന്നത്, നമ്മൾ ഭക്തര് ഭഗവാനെ കാണേണ്ടത് എങ്ങനെയാണ്? ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ കേട്ടുകൊണ്ട് ഹൃദയത്തിൽ ഭഗവാനെ നിറയ്ക്കണം. കേട്ട് ഹൃദയത്തിൽ ഭഗവാന്റെ സ്ഥാനം ഉറച്ചു കഴിയുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും കാണുന്നത്. നമ്മുടെ ഹൃദയത്തിൽ എന്താണോ അത് തന്നെയാണ് നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്നത്. ഉള്ളിൽ പക, വിദ്വേഷം അതൊക്കെയാണെങ്കിൽ, മത്സര ബുദ്ധിയാണെങ്കിൽ പുറത്ത് നോക്കുന്നിടത്ത് എല്ലായിടത്തും അത് തന്നെ കാണാൻ പറ്റും. ഉള്ളിൽ ഭഗവാനാണെങ്കിൽ പുറത്തും ഭഗവാൻ, നോക്കുന്നിടത്ത് എല്ലാം ഭഗവാനാണ്. ഉള്ളിൽ ഭഗവാൻ ഇല്ലെങ്കിൽ എത്ര മനോഹരമായിട്ടുള്ള സ്ഥലത്തെത്തിയാലും, വൃന്ദാവനത്തിലെത്തിയാലും ഭഗവാനെ നമുക്ക് എങ്ങും കാണാൻ കഴിയില്ല. നമ്മൾ ഏത് മനോഭാവം കൊണ്ട് വരുന്നോ അത് തന്നെയാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്നത്. എന്നാൽ ഇവിടെ പറയുന്നു, അങ്ങ് എത്ര കാരുണ്യവാനാണ് കൃഷ്ണ, അങ്ങ് ആ അതീന്ദ്രിയ രൂപത്തിൽ എപ്പോഴും അങ്ങയെക്കുറിച്ച് ചിന്തിക്കുന്ന ആ രൂപത്തിൽ തന്നെ അങ്ങ് എപ്പോഴും അവരുടെ മുമ്പിൽ വരുന്നല്ലോ. അതും ഭഗവാന്റെ കാരുണ്യമാണ്. ഉദാഹരണത്തിന് പൂന്താനം ഭഗവാനെ ആ ബാലഭാവത്തിലാണ് എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത്. കിഷോർ മദൻ ഗോപാല രൂപത്തിൽ ഉണ്ണിക്കണ്ണനായിട്ടാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ ആ രൂപത്തിൽ തന്നെ വരും. ശ്രീമതി നമ്മുടെ കുറൂരമ്മയും എപ്പോഴും ഭഗവാനെ ആ ബാലഭാവത്തിലാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ ആ ഉണ്ണിഭാവത്തിൽ തന്നെ വരുന്നു. എന്നാൽ ഇവിടെ പറയുന്നു 12ാമത്തെ ശ്ലോകത്തിൽ, ഭഗവാനെ അങ്ങ് ഒരിക്കലും ദേവന്മാരുടെ പൂജയിൽ സംതൃപ്തനല്ല. അവർ എല്ലാവിധ ആർഭാടത്തോടുകൂടി അങ്ങയുടെ പൂജകളൊക്കെ ചെയ്യും. പക്ഷേ ഉള്ളിൽ എപ്പോഴും ഭൗതിക ആഗ്രഹങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ അതേ സമയത്ത് അങ്ങ് സർവ്വ ചരാചരങ്ങളുടെ ഹൃദയത്തിൽ പരമാത്മാവായിട്ടും ഇരിക്കുന്നുണ്ട്. അത് കൂടാതെ അങ്ങ് എല്ലാവരുടെയും ഹിതചിന്തകനാണ്. പക്ഷെ ഭക്തർക്കൊരിക്കലും അങ്ങയെ പ്രാപിക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെ വ്യത്യസ്ത രീതിയിൽ ഭഗവാന്റെ ആ ഒരു ഭാവം പറഞ്ഞു നൽകുകയാണ്. അങ്ങയുടെ ഭക്തരുടെ കൂട്ടത്തിൽ മാത്രമേ അങ്ങ് ഇരിക്കൂ.
അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം. നമ്മുടെ ഉള്ളിൽ ഭഗവാനാണെങ്കിൽ ഭഗവാന് നമ്മുടെ കൂട്ടത്തിൽ കാണും. പുറമേ നമ്മൾ എത്ര കാവ്യവസ്ത്രമൊക്കെ ഇട്ട് സന്യാസ ദണ്ഡൊക്കെ പിടിച്ചാലും ഉള്ളിൽ കൃഷ്ണൻ ഇല്ലെങ്കിൽ കൃഷ്ണൻ ഒരിക്കലും കൂട്ടത്തിൽ കാണത്തില്ല. നമ്മളൊരു ഗൃഹസ്ഥ ജീവിതത്തിലാണെങ്കിലും മായ പുറമേ നോക്കുമ്പോൾ ഭൗതികതയിൽ മുങ്ങിയിരിക്കുന്ന വ്യക്തിയാണെന്ന് തോന്നുകയാണെങ്കിലും ഉള്ളിൽ ഭഗവാനാണെങ്കിൽ ഭഗവാൻ സദാസമയം നമ്മുടെ കൂട്ടത്തിൽ കാണും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവിടെ പറയുന്നു, ആരാണോ ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് അവരുടെ കൂട്ടത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ എപ്പോഴും കാണുന്നത്. പക്ഷെ അതേ സമയത്ത് ദേവന്മാർ എല്ലാവിധ സമൃദ്ധിയോടുകൂടി സമ്പദ് സമൃദ്ധിയോടുകൂടി അങ്ങേ പൂജിക്കുന്നുണ്ടെങ്കിലും അങ്ങ് അതിൽ തൃപ്തനല്ല. അങ്ങ് അതൊക്കെ സ്വീകരിക്കുന്നുണ്ട്, പക്ഷെ അങ്ങ് അതിൽ തൃപ്തനല്ല. സർവചരാചരങ്ങളുടെയും സർവ്വജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ അങ്ങ് പരമാത്മാവായിട്ടിരിക്കുന്നുണ്ട്. അവരോട് കാരുണ്യം കാണിക്കാൻ അങ്ങ് എപ്പോഴും അവരുടെ ഹിതചിന്തകനാണ്. പക്ഷെ എന്നാലും അഭക്തർക്ക് അങ്ങേ ഒരിക്കലും പ്രാപിക്കാൻ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ ശക്തി അത്രത്തോളം ശ്രേഷ്ഠമാണ്. ഭഗവാന്റെ ശക്തി, he's so powerful that until and unless he decides, he cannot be exist. ഭഗവാന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിചാരിക്കാതെ ആർക്കും അദ്ദേഹത്തിന്റെ അടുത്ത് എത്താൻ കഴിയില്ല. എന്തിനേറെ പറയുന്നു, അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഞാൻ ഗ്രൂപ്പിൽ ഐന്ദ്രപ്രഭുവിന്റെ ഒരു ലെക്ചർ ഇട്ടിരുന്നു, എല്ലാവരും കേട്ടു എന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇപ്രാവശ്യം ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചുരുക്കത്തിൽ പറയുകയാണ്. ഐന്ദ്രപ്രഭു പറയുന്ന എന്താണ്, പ്രഭുജിയുടെ പ്രധാനപ്പെട്ട ശിഷ്യരിൽ മഹാവൈഷ്ണവരിൽ ഒരാളാണ് ഐന്ദ്രപ്രഭു, മഹാഭക്തനാണ്. അദ്ദേഹം പറയുന്നു, ഭഗവാനും ഭഗവാന്റെ നാമവുമായിട്ട് വ്യത്യാസമില്ല. നാമം ജപിക്കുന്ന ഇന്ന് ഞാൻ പരംപൂജ്യ രാധാനാഥ് സ്വാമി മഹാരാജിന്റെ ഒരു ടോക്ക് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അല്ല, എത്ര പേര് കേട്ടു കമന്റ്സിലിടും. അന്നേരം അതിൽ മഹാരാജ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാനും ഭഗവാന്റെ നാമമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല. അന്നേരം നമുക്ക് ജപിക്കാൻ മടി തോന്നുന്നതിന്റെ അർത്ഥം എന്താ, ഭഗവാന്റെ കാരുണ്യം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ്. ആ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ യാചിക്കണം. ഭഗവാനും ഭഗവാന്റെ നാമമായിട്ട് വ്യത്യാസമില്ല. അതുകൊണ്ട് ഭഗവാൻ സ്വയം അനുവദിച്ചെങ്കിൽ മാത്രമേ ശ്രദ്ധയോടുകൂടി, വിശ്വാസത്തോടുകൂടി, ഭക്തിയോടുകൂടി ഭഗവാന്റെ നാമം ജപിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഭിക്ഷയാചിക്കണം, ഭിക്ഷ എടുക്കണം ഭഗവാന്റെ മുമ്പിൽ, രാധാറാണിയുടെ മുമ്പിൽ, ശ്രീകൃഷ്ണ ഭഗവാന്റെ മുമ്പിൽ, പരമ്പര ആചാര്യന്മാരുടെ മുമ്പിൽ ഭിക്ഷ എടുക്കണം ഡെയിലി, എന്നും. നമ്മുടെ കയ്യിൽ കാശൊക്കെ ഒരുപാട് കാണും, പക്ഷെ നാമത്തിൽ വിശ്വാസം കാണത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഓ ഏ വൈഷ്ണവ ഠാകുര ദയാർ സാഗര യദാസേ കരുണ കരി. ഓ വൈഷ്ണവ ചൂടാമണി, നമ്മളോട് കാരുണ്യം കാണിക്കൂ. എന്ത് കാരുണ്യം കാണിക്കേണ്ടത്? ഭിക്ഷ നൽകൂ. ഞാൻ ഭിക്ഷ യാചിക്കുകയാണ്. എന്താണ് വേണ്ടത്? കൃഷ്ണനെ നാമത്തിൽ കുറച്ചെങ്കിലും വിശ്വാസം എനിക്ക് നൽകൂ. അതാണ് ഗുരു പരമ്പരയുടെ കാരുണ്യം. പുറമെ ആൾക്കാർ നോക്കുമ്പോൾ സന്യാസി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിക്ഷകനെ പോലെ ഇങ്ങനെ നടക്കും, യാചകനെ പോലെ ഇങ്ങനെ നടക്കും. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണമെങ്കിലും അവർ ഭിക്ഷ തേടേണ്ടി വരും. പക്ഷെ നമുക്കറിയുന്നില്ല അവരുടെ ഉള്ളിൽ മഹാനിധിയാണ് ഇരിക്കുന്നത്. കാശ് ആർക്കും അടിച്ചു മാറ്റാൻ പറ്റും, പക്ഷെ കാശൊക്കെ നമ്മളെ വിട്ടുപോകും. പക്ഷെ ഈ ഒരു നിധി ആ വ്യക്തിയിൽ നിന്നും ആർക്കും മോഷ്ടിക്കാൻ കഴിയില്ല. ആ നിധി എന്താണ്? രാധാകൃഷ്ണ. ആ ഒരു രാധാകൃഷ്ണ ആണ് ഈ പ്രപഞ്ചത്തിലെ പരമോന്നതമായിട്ടുള്ള നിധി. ആ നിധി, അതാണ് നമുക്ക് വേണ്ടത്. അന്നേരം നമ്മൾ എന്തെങ്കിലും ഒരു സഹായം തേടി വലിയൊരു പണക്കാരന്റെ അടുത്ത് ചെല്ലുമ്പോൾ ആളുടെ മൊത്തം സ്വത്ത് നമുക്ക് എഴുതി തരുന്നില്ല, ഒരിക്കലും. അതേപോലെ നമ്മൾ ഭക്തരോട് കൃഷ്ണൻ എനിക്ക് തരുമെന്ന് വെച്ചാൽ ഒരിക്കലും തരത്തില്ല. കൃഷ്ണ വിഗ്രഹത്തെ കിട്ടും. കൃഷ്ണന്റെ വിഗ്രഹം സെയിം ആണ്. പക്ഷെ കൃഷ്ണ വിഗ്രഹത്തെ നോക്കി ഒരു ഭക്തൻ ഹൃദയത്തിൽ സദാസമയം കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തി
കൃഷ്ണ വരൂ എന്ന് പറഞ്ഞാൽ കൃഷ്ണ അതിൽ വന്നിരിക്കും. അന്നേരം എന്തുകൊണ്ട് ആ എന്ത് പറയുന്നേ, കൃഷ്ണനുമായിട്ട് അത്രയ്ക്ക് കമ്പനിയാണ് ആ ഭക്തന്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു വ്യക്തി നമ്മളെ എന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ ആ വ്യക്തിയോട് നമുക്കൊരു അടുപ്പം തോന്നത്തില്ലേ? തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ചിന്തിക്കൂ, ആ വ്യക്തിക്ക് ഞാനല്ലാതെ വേറെ ആരും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും ആ വ്യക്തിയുടെ കൂട്ടത്തിൽ കാണണം എന്ന് നമുക്ക് തന്നെ തോന്നും. ഇത്രയും സ്വാർത്ഥരായ നമുക്ക് തന്നെ അങ്ങനെ തോന്നുമെങ്കിൽ പരമകാരുണ്യവാനായ ഗുരുവായൂരപ്പന് എന്തുകൊണ്ട് അത് തോന്നില്ല? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം അങ്ങനെയുള്ള വൈഷ്ണവ ഭക്തർ, സദാസമയം ഭഗവത് സ്മരണയിൽ മാത്രം ജീവിക്കുന്ന ഭക്തർ, അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ നിറഞ്ഞു നിൽക്കുക. അതുകൊണ്ട് നമ്മൾ എന്താ യാചിക്കേണ്ടത്? ആ ഒരു കാരുണ്യം. ഓ വൈഷ്ണവ ഠാകൂര ദയാര സാഗര യേ ദാസേ കരുണാ കുരി. ഓ വൈഷ്ണവ ചൂടാമണി. ഇപ്പൊ ഇന്നലെ തന്നെ നമുക്ക് വലിയൊരു നഷ്ടമായിരുന്നു. പരംപൂജ്യ ഗോപാലകൃഷ്ണ ഗോസ്വാമി മഹാരാജ് ഈ ലോകം വിട്ടുപോയി. മഹാവൈഷ്ണവൻ. ഈ ലോകത്തിന് വേണ്ടി ഇത്രയും നന്മ ചെയ്ത മഹാവൈഷ്ണവൻ. എത്രയോ അമ്പലങ്ങൾ സ്ഥാപിച്ച് എത്രയോ പേരെ, ആയിരക്കണക്കിന് ആൾക്കാരെ ഭക്തിയുടെ മാർഗത്തിലേക്ക് നയിച്ചു. പ്രഭുപാജിക്ക് വേണ്ടി അഹോരാത്രം സേവനം ചെയ്ത ആ മഹാവൈഷ്ണവൻ. സാധാരണ വ്യക്തി നോക്കുമ്പോൾ എല്ലാരും മരിക്കുന്ന പോലെ മരിച്ചു. പക്ഷെ അങ്ങനെയല്ല. നഷ്ടം അദ്ദേഹത്തിനില്ല, നമുക്കാണ് നഷ്ടം. അങ്ങനെയുള്ള മഹാവൈഷ്ണവർ നമ്മുടെ ഇനി എന്നങ്ങ് അദ്ദേഹത്തെ കാണും എന്നൊരു ചിന്തയാണ്. അവർ ഈ ലോകത്തിൽ അവരുടെ തൃപ്പാദങ്ങൾ വെക്കുന്നത് കൊണ്ട് ഈ ഭൂമി തന്നെ പവിത്രമാവും. അവർ ഗംഗയിൽ കുളിക്കുമ്പോൾ ഗംഗ പവിത്രമാവും. കാരണം എന്താ? ഓരോ വ്യക്തികളും ഗംഗയിൽ കുളിക്കുമ്പോൾ അവരുടെ പാപങ്ങൾ അതിൽ ഇറക്കി വെക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള മഹാവൈഷ്ണവർ ഗംഗാ നദിയിൽ കുളിക്കുമ്പോൾ ഗംഗാദേവി പവിത്രമാണ്. ഗംഗാദേവി സ്വയം ധന്യയായിട്ട് കാണുന്നു. ഇങ്ങനെയുള്ള മഹാവൈഷ്ണവർ അവരുടെ തീർത്ഥസ്ഥലങ്ങളിലും നദിയിലുമൊക്കെ കുളിക്കുന്നു. അങ്ങനെയുള്ള മഹാവൈഷ്ണവരാണ് ഇവരൊക്കെ. എന്നാൽ ഇങ്ങനെയുള്ള വ്യക്തികളെ കാണാൻ കഴിയുന്നതും കേൾക്കുക, അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഭഗവാനെ കുറിച്ച് കേൾക്കുക. ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ അയച്ചിരുന്നു. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ധനം. നമ്മൾ നേടിയെടുത്ത കാശോ സ്വത്തോ സമ്പത്തോ അതൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നു. ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? ഇതെല്ലാം ഒരു ദിവസം ഉപേക്ഷിച്ചു പോകേണ്ടി വരും. ഒന്നുകിൽ നമ്മുടെ മണ്ടത്തരം കൊണ്ട് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി അത് ചെലവാക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ മക്കളോ കൊച്ചുമക്കളോ അത് തെറ്റായിട്ടുള്ള തിന്നും കുടിച്ചും അത് കളയും. എന്റെ അർത്ഥം നമ്മുടെ സ്വത്തെല്ലാം എന്താ പറയുന്ന ഗോലോൺ ട്രസ്റ്റിന് എഴുതി കൊടുക്കുക എന്നല്ലേ? അതല്ല കിട്ടിയ സന്തോഷം. പക്ഷെ ഞാൻ അതല്ല. ഹരേ കൃഷ്ണ. കാരണം എനിക്ക് വേണ്ടിയല്ല, ഗുരുവായൂരപ്പന് വേണ്ടി നമ്മുടെ വൃന്ദാവനത്തിൽ ഒരു അമ്പലം പണിയണമെന്നുണ്ട്. ഇത് കേൾക്കുമ്പോ എല്ലാവരും ഇത് അതിമോഹമല്ലേ? കാരണം ഗുരുവായൂരിൽ പോലും സ്വന്തമായിട്ടൊരു സ്ഥലം ഇല്ലാത്ത വ്യക്തി വൃന്ദാവനത്തിൽ ഒരു സ്വന്തം ഒന്നുമില്ല. നമ്മുടെ ഭക്തർക്ക് വേണ്ടി തന്നെ നമ്മുടേതായിട്ടുള്ള ഒരു ആശ്രമം ഇവിടെ വൃന്ദാവനത്തിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ഇവിടെ സ്റ്റാർട്ട് ചെയ്താൽ നന്നായിരിക്കും. കാരണം നിങ്ങൾക്ക് വരുമ്പോൾ വാടക കൊടുക്കണം, ഡെയിലി വാടക കൊടുക്കണം എന്ന് ചിന്തിക്കാതെ സ്വസ്ഥമായിട്ട് എത്രയോ മാസങ്ങൾ ഭജന ഇരിക്കാം അല്ലെ? നമ്മളിപ്പോ ഗുരുവായൂർ റെന്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്, അതേപോലെ വൃന്ദാവനത്തിൽ നോക്കുന്നുണ്ട്. സെന്റി അടിച്ചതല്ല, ചുമ്മാ പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ. അന്നേരം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ചില ഭക്തര് പറയും, സ്വാമിജി നമ്മൾ ഫുള്ളായിട്ട് അങ്ങോട്ട് വരും, എല്ലാ പ്രോപ്പർട്ടിയും നമ്മുടെ പേരിൽ എഴുതിയും. ഞാൻ പറഞ്ഞു വേണ്ട,
നിങ്ങൾ മക്കൾക്ക് കൊടുക്കുക. കാരണം മക്കൾക്ക് എപ്പോഴും ടെൻഷനായിരിക്കും. അവർ വിചാരിക്കുന്നത് എന്താ, നമ്മൾ ഈ പ്രഭാഷണവും സത്സംഗവും എടുക്കുന്നത് നിങ്ങളുടെ കാശ് വിറ്റാൻ വേണ്ടി. ഞാൻ എൻ്റെ പ്രോപ്പർട്ടി പോലും വിട്ടിട്ട് ഇങ്ങോട്ടിരിക്കുകയാണ്. എൻ്റെ ആകെയുള്ള സ്വത്ത് വക എല്ലാം അമ്മയുടെ പേരിൽ. എനിക്കത് ഒരിക്കലും വേണ്ട. അത് അമ്മയുടെ പേരിൽ തന്നെയാണ് കിടക്കുന്നത്. അന്നേരം ഞാൻ എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. അന്നേരം അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊന്നുമല്ല യഥാർത്ഥ ധനം എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഭഗവാന്റേതാണ്. ഭഗവാന്റെയാണ് ഈ ധനം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റേതാണ്. താൽക്കാലികമായിട്ട് അതിന്റെ മേൽനോട്ടം നമ്മൾ വഹിക്കുന്നു എന്നേ ഉള്ളൂ. ഈ ശരീരം നമുക്ക് നോക്കാൻ നൽകിയിരിക്കുന്നു. നമ്മുടെ ഈ ശരീരമില്ലേ, ഇത് ഭഗവാൻ നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മുടെ ബന്ധുമിത്രാദികൾ, അവരെയും നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മുടെ വീട്, സ്വത്ത് വകകൾ, ഇതൊക്കെ ഭഗവാൻ നൽകിയിരിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. കാരണം നമുക്ക് അർഹതപ്പെട്ടതാണത്. നമ്മൾ ചെയ്ത ആ കർമ്മത്തിന്റെ റിസൾട്ടാണ് നമുക്ക് ലഭിക്കുന്ന സ്വത്തുവകളൊക്കെ. അതിനെ ദുരുപയോഗം ചെയ്യരുത്, സദുപയോഗം ചെയ്യാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം ഒരു ദിവസം നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇതെല്ലാം താൽക്കാലികമാണ് എന്നും മറന്നു പോകരുത്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇതല്ല യഥാർത്ഥ സ്വത്ത്. യഥാർത്ഥ സ്വത്ത് എന്താണ്? ഭഗവാനാണ്. ആ ഭഗവാനെ നമുക്ക് ലഭിക്കുന്നത് ഭക്തരിലൂടെയാണ്. സദാസമയം ഭഗവത് സ്മരണയിൽ ഇരിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ ഭഗവാൻ എപ്പോഴും ഉണ്ട്. അന്നേരം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കീർത്തനത്തിൽ പറയുന്നത്, ഓയ് വൈഷ്ണവ ഠാക്കൂർ, ഭഗവാന്റെ ഭക്തരോട് പ്രാർത്ഥിക്കാൻ. എന്താണ്? എൻ്റെ ഉള്ളിലും ആ ഭഗവാന്റെ തിരുനാമം ജപിക്കാനുള്ള ഒരു വിശ്വാസം നൽകണം. ഒരു ചെറിയ അംശമെങ്കിലും വിശ്വാസം നൽകണം. യാഥാർത്ഥ്യമല്ലേ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ സാധാരണ വ്യക്തികളും ജീവിക്കുന്നു, ഭക്തരും ജീവിക്കുന്നു. സാധാരണ വ്യക്തികളും മരിക്കുന്നു, ഭക്തരും മരിക്കുന്നു. പക്ഷേ നമ്മൾ കാണാൻ കഴിയാത്ത വേറൊരു യാഥാർത്ഥ്യം ഇതിന്റെ പുറകിലുണ്ട്. മരിച്ചതിന് ശേഷം നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നതാണ്. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഭഗവാനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ പോലും ഭഗവാന്റെ കാരുണ്യം വേണം. അത്രത്തോളം ശക്തിമാനാണ് ഭഗവാൻ, അത്രത്തോളം ശക്തിശാലിയാണ് ഭഗവാൻ. ഭഗവാൻ അനുവദിക്കാതെ ഭഗവാനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല, ഭഗവാന്റെ നാമം ജപിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഭക്തരെ ആശ്രയിക്കുന്നത്. ഇനി ആ ആശ്രയം നൽകുന്ന ഭക്തൻ, അതായത് ഒരു യഥാർത്ഥ ഭക്തൻ, ഹൃദയത്തിൽ ഭഗവാനെ മാത്രം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് എത്ര കാശ് കൊടുക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല ആ വ്യക്തി ഭഗവാനെ നൽകുന്നത്. അങ്ങനെയുള്ള വ്യക്തിയുടെ ഉള്ളിൽ ഒരിക്കലും ഭഗവാൻ കാണത്തുമില്ല. ആ വ്യക്തി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കാരുണ്യം കൊടുക്കുന്നത്? ആർക്കാണ് ഭഗവാനെ കുറിച്ച് അറിയാൻ കൂടുതൽ താല്പര്യം, ഭഗവാനെ കുറിച്ച് കേൾക്കാൻ താല്പര്യം, ആ വ്യക്തിക്കായിരിക്കും അദ്ദേഹം ഭഗവാനെ കൊടുക്കുന്നത്. അതും ആ വ്യക്തിയുടെ സ്വന്തം ഇഷ്ടമനുസരിച്ച്. അതുകൊണ്ടാണ് കാരുണ്യം എന്ന് പറയുന്നത്. കാരുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾക്ക് അഭ്യർത്ഥിക്കാനേ പറ്റൂ. നമുക്ക് ഭക്തരോട് അഭ്യർത്ഥിക്കാനേ പറ്റൂ. ഭഗവാനെ കുറിച്ചുള്ള അറിവുകൾ എനിക്ക് പറഞ്ഞു നൽകൂ, ഭഗവാന്റെ തിരുനാമത്തിൽ വിശ്വാസം നൽകൂ എന്ന് നമുക്ക് യാചിക്കാനേ പറ്റൂ. അന്നേരം ഭക്തിയിൽ പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആദ്യം ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക. ആചാര്യന്മാരോട്, പ്രഭുപാദ്ജിയുടെ ഗുരു മഹാരാജിനോട്, വൈഷ്ണവരോട് പ്രാർത്ഥിക്കുക. നമസ്കരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട എന്താണ്? ഭഗവാന്റെ തിരുനാമം ജപിക്കാനുള്ള വിശ്വാസം അങ്ങ് കാരുണ്യപൂർവ്വം എനിക്ക് നൽകുക എന്നാണ് നമ്മൾ പറയുന്നത്. നാമജപത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഭഗവാനിൽ വിശ്വാസം. നാമജപമാണ് അടിത്തറ. അതായത് നമുക്ക് ഭഗവാന്റെ നാമം ജപിക്കാനുള്ള ഉത്സാഹം, താല്പര്യം ദിനം പ്രതി വർദ്ധിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഒരിക്കലും ജപത്തിലുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോകരുതേ ഭഗവാനെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആചാര്യന്മാരുടെ അനുഗ്രഹത്താൽ നമുക്ക് ജപിക്കാനുള്ള വിശ്വാസം ലഭിക്കും. അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. ബാക്കി നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ സ്വത്തുവകകളും എല്ലാം നഷ്ടപ്പെടും.
ഞാൻ വേറൊന്നും കൊണ്ട് പറയില്ല, ആരെയും കുറ്റം പറയല്ല. ഇപ്പോൾ ഒരുപാട് വ്യക്തികൾ അവരുടെ സ്വത്തുവകകളൊക്കെ ഗുരുവായൂർ അമ്പലത്തിന് വേണ്ടി ഡൊണേറ്റ് ചെയ്യുന്നു. നല്ല കാര്യം തന്നെ. പക്ഷെ ആ ഡൊണേഷൻ ചെയ്തതുകൊണ്ട് ഗുരുവായൂരപ്പന്റെ ഹൃദയത്തിലേക്ക് അവർക്ക് സ്ഥാനം ലഭിച്ചു എന്നാണ്. അങ്ങനെ നിർബന്ധമില്ല. നമ്മൾ എന്ത് കൊടുത്താലും എന്ത് കൊടുത്തില്ലെങ്കിലും നമ്മൾ നാമം ജപിക്കുന്നില്ല എങ്കിൽ എല്ലാം നിരർത്ഥകമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഭഗവാന് വേണ്ടി എന്ത് സമർപ്പിച്ചാലും അത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഹൃദയം ഭഗവാന് നൽകുക. നമ്മുടെ വസ്തുവകകൾ ഭഗവാന് കൊടുക്കുന്നു, പക്ഷെ ശരീരം കൊണ്ട് ഭഗവാന് വേണ്ടി സേവനം ചെയ്യുന്നില്ല, മനസ്സുകൊണ്ട് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, വാക്കുകൊണ്ട് നാമം ജപിക്കുന്നില്ല എങ്കിൽ സമർപ്പണം പൂർണ്ണമായിട്ടില്ല. സർവം കൃഷ്ണാർപ്പണമസ്തു ആയിട്ടില്ല, ഭാഗികമായിട്ടേ ആയിട്ടുള്ളൂ. സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടേതെന്ന് കരുതുന്ന എല്ലാം ഭഗവാന് കൊടുക്കണം. അതാണ് സർവം എന്ന് പറയുന്നത്. അന്നേരം എല്ലാം കൊടുത്തു, പക്ഷെ നമ്മുടെ ശരീരം കൊണ്ട് ഭഗവാന് വേണ്ടി സേവനം ചെയ്യുന്നില്ല, ജപിക്കുന്നില്ല, മനസ്സുകൊണ്ട് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നില്ല ജപിക്കുമ്പോഴും, വാക്കുകളും ഭഗവാന് വേണ്ടി ഉപയോഗിക്കുന്നില്ല എങ്കിൽ സർവം കൃഷ്ണാർപ്പണം ആയിട്ടില്ല. സർവം കൃഷ്ണാർപ്പണം ആകുന്ന എപ്പോഴാണ്? സർവവും കൃഷ്ണാർപ്പണമാണോ. സർവം എന്ന് പറയുമ്പോൾ അതിലെ പ്രധാന ഘടകം നമ്മുടെ പ്രോപ്പർട്ടിയോ മണിയോ അല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ ശരീരം, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഈ ശരീരം. ഈ ശരീരം കൊണ്ട് എത്ര പ്രാവശ്യം ഭഗവാന്റെ തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുന്നു, എത്ര പ്രാവശ്യം ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുന്നു, ഈ ശരീരത്തിന്റെ കൈകൾ ഉപയോഗിച്ച് എത്ര പ്രാവശ്യം മാല ജപിക്കുന്നു, ഈ കൈകൾ ഉപയോഗിച്ച് എത്രത്തോളം സേവനം ചെയ്യുന്നു, ഭഗവാന് വേണ്ടി പാചകം ചെയ്യുന്നു, ഭഗവാന്റെ അമ്പലം വൃത്തിയാക്കുന്നു, ഈ ശരീരത്തെ എത്രത്തോളം ഭഗവാന്റെയും ഭക്തരുടെയും സേവനം ചെയ്യാൻ ഉപയോഗിക്കുന്നു, അത് കൃഷ്ണൻ അർപ്പിക്കപ്പെട്ടു. അന്നേരം കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. സർവം കൃഷ്ണാർപ്പണ വസ്തു എന്ന് ആർക്കും പറയാൻ കഴിയും, പക്ഷെ അത് അർപ്പിക്കണം, പ്രാക്ടിക്കലി ചെയ്യണം. ഉദാഹരണത്തിന് നമ്മളിങ്ങനെ വിശന്നിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു നമ്മുടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയി, റിലേറ്റീവിന്റെ വീട്ടിൽ പോയി, എന്നിട്ട് ഹാളിൽ നമ്മൾ ഇരിക്കുകയാണ്. അന്നേരം നമ്മുടെ ഗസ്റ്റ് പറയണം, ഭക്ഷണം കഴിക്കാം അല്ലേ? ആ പറയാം, ആ കഴിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും പറയാം, ഭക്ഷണം കഴിക്കാം അല്ലേ? ആ കഴിക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഭക്ഷണം കഴിക്കാം അല്ലേ? ആ കഴിക്കാം, റെഡിയാണ്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാമല്ലേ? ഭക്ഷണം കഴിക്കാമല്ലേ നമ്മൾ ആന്നും പറഞ്ഞു, പക്ഷെ ഭക്ഷണം ഇതുവരെ കിട്ടിയതുമില്ല. ആ പറച്ചിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥമില്ല. അന്നേരം ആ വാക്കുകൾ ആക്ഷനിലേക്ക് എത്തണം. ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്നതല്ലാതെ ഭക്ഷണം കിട്ടുന്നില്ല, എന്നിട്ട് കഴിക്കാനും പറ്റുന്നില്ല, അവസരവും ലഭിക്കുന്നില്ല, അതിൽ അർത്ഥമില്ല. അതുകൊണ്ട് കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? കൃഷ്ണന് വേണ്ടി സമർപ്പിക്കണം. കൃഷ്ണന് വേണ്ടി സമർപ്പിക്കാതെ എങ്ങനെയാണത് കൃഷ്ണന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നത്? അതുകൊണ്ട് ശരീരം കൃഷ്ണന് വേണ്ടി സമർപ്പിക്കണം. ശരീരം കൊണ്ട് ഭഗവാന്റെ സേവനം ചെയ്യണം. ഇനി ശരീരം കൊണ്ട് സേവനം ചെയ്യുന്നത്, അത് ജപിക്ക് ഇങ്ങനെ ചെയ്യുന്നു, മാല ഇങ്ങനെ ഉരുട്ടുന്നുണ്ട്, നാവ് കൊണ്ട് ഉച്ചരിക്കുന്നുണ്ട്, പക്ഷെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും, അതെന്റെ മനസ്സ് കൃഷ്ണാർപ്പണാവസ്ഥ ആയിട്ടില്ല. മനസ്സ് കൃഷ്ണന് വേണ്ടി സമർപ്പിച്ചിട്ടില്ല. മനസ്സ് ഇപ്പോഴും നമ്മൾ കൊടുക്കാതെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഭഗവാന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കുന്നു എന്നല്ല ഭഗവാൻ നോക്കുന്നത്, എന്ത് കൊടുക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 100 രൂപയുണ്ട്, അതിൽ നിന്ന് 10 രൂപയാണ് ഭഗവാൻ കൊടുക്കുന്നതെങ്കിൽ 10 രൂപ നമ്മൾ പറയും, ഭഗവാനെ 10 രൂപ അങ്ങേക്ക് വേണ്ടി ഞാൻ നൽകിയാണ് കേട്ടോ, 10 രൂപ. അന്നേരം ഭഗവാൻ നോക്കുന്ന 10 രൂപയല്ല 90 രൂപയായിരിക്കും ഭഗവാൻ നോക്കുന്നത്. ഭഗവാന്റെ നോട്ടം മുഴുവൻ 90 രൂപയല്ലേ. എന്തും ഭഗവാന് കാശിന്റെ ആർത്തി ആയതുകൊണ്ടാണ്? അല്ല,
നമ്മുടെ ആർത്തിയും ആക്രാന്തവും, ഉള്ളിൽ ഇപ്പോഴും അത്യാഗ്രഹവും ആർത്തിയും ഞാനും എന്റെ എന്നുള്ള ചിന്ത പോയിട്ടില്ല എന്ന് ഭഗവാന് നല്ലപോലെ അറിയാം. അതുകൊണ്ട് എന്ത് കൊടുക്കുന്നു എന്നല്ല, എന്ത് കൊടുക്കുന്നില്ല എന്നാണ് ഭഗവാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കോടാനുകോടി രൂപ ചിലപ്പം കൊടുക്കും. ഒരു എന്താ പറയാ, 100 കോടി കൊടുത്താലും ഭഗവാൻ ചിന്തിക്കുന്നത് എന്താണ്? 100 കോടി തന്നു ഭഗവാനെ, ഞാൻ 100 കോടി രൂപ ഗുരുവായൂരപ്പ അങ്ങേക്ക് വേണ്ടി ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ ചെയ്യുന്നു. അന്നേരം ഭഗവാൻ പറയും, 100 കോടി നൽകി, പക്ഷെ ശരീരം കൊണ്ട് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. എന്നും എന്റെ മുമ്പിൽ നമസ്കരിക്കാറില്ല, ജപിക്കാറില്ല. പിന്നെ ഈ 100 കോടി എന്തിനാ, നീ തന്നെ വെച്ചു പോകുമ്പോൾ. 100 കോടി രൂപ കൊടുത്താലും നമ്മുടെ ശരീരം കൊണ്ട് ഭഗവാന് വേണ്ടി സേവനം ചെയ്തില്ലെങ്കിൽ ഭഗവാൻ ആ 100 കോടിയെ തുച്ഛമായിട്ട്, കാരണം എന്താ, ഈ കാശാരുടെ? അദ്ദേഹത്തിന്റെ അല്ലേ, അദ്ദേഹത്തിന്റെ കാശാണ്. ഇപ്പോ അച്ഛന്റെ പിറന്നാളിന് മകൻ വന്നിട്ട് പറയാം, അച്ഛ ഒരു 500 രൂപ വേണം. എന്തിനാ? അച്ഛ 500 രൂപ അല്ല, എന്തിനാന്ന് പറയാ, തരൂ അച്ഛൻ, ഞാൻ തെറ്റായിട്ടൊരു കാര്യത്തിനല്ല 500 രൂപ തരും പറഞ്ഞു. 500 രൂപ കൊടുത്തു. അതിനുശേഷം എന്തോ ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട്, അച്ഛ ഹാപ്പി ബർത്ത്ഡേ. അച്ഛന്റെ കാശ് കൊണ്ട് അച്ഛന് വേണ്ടി ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വന്നു. എന്നാലും അച്ഛൻ സ്വീകരിക്കും, കുഴപ്പമില്ല, എന്റെ കാശാണെങ്കിലും എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ നീ കൊണ്ടുവന്നിരിക്കുന്നത് എന്നായിരിക്കും ചിന്തിക്കുന്നത്. അതേപോലെ സ്നേഹം കൊണ്ടായിരിക്കണം കൊടുക്കുന്നത്. അല്ലാതെ ഞാൻ വലിയ കോടീശ്വരനാണെന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് കഴിഞ്ഞാൽ ഭഗവാൻ പറയും, എങ്ങോട്ട് പോടാൻ, നിന്റെ നക്കാപ്പിച്ച് ആർക്ക് വേണമെന്ന് പറയും. പക്ഷെ ഒരു പാവപ്പെട്ട വ്യക്തി, ആളുടെ കയ്യിൽ ആകെ 100 രൂപയേ ഉള്ളൂ, വെറും 100 രൂപയേ ഉള്ളൂ. അത് വെച്ച് ആൾക്ക് ഭക്ഷണം കഴിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ പറയും, ഗുരുവായൂരപ്പ ഞാനിപ്പോ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. കൃഷ്ണ അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. കുചേലന്റെ കൈ ആകെ ഒരു അവലയുണ്ടായിരുന്നു. വേർപ്പെല്ലാം പറ്റി കല്ലും പുരണ്ട വൃത്തിയാക്കാത്ത ആ കട്ടിയുള്ള അവൽ. പക്ഷെ ഗുരുവായൂരപ്പൻ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. കാരണം അദ്ദേഹത്തിന് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അദ്ദേഹത്തിന്റെ അല്ല. അദ്ദേഹത്തിന് ആർക്കെങ്കിലും എന്തിന്റെങ്കിലും ആവശ്യമുണ്ടോ? അദ്ദേഹത്തിന് ആരുടെയും ഒന്നിന്റെ ആവശ്യമില്ല. അഖില കോടി ബ്രഹ്മാണ്ഡ എല്ലാം അദ്ദേഹത്തിൻ്റെതാണ്. പക്ഷെ നമ്മൾ നമ്മുടെ ഭാവം, നമ്മുടെ ആ ഒരു നമ്മളെ നമ്മൾ കൊടുക്കുന്നില്ല, ബാക്കിയെല്ലാം കൊടുക്കുന്നു. ഞാനിത് പല പ്രാവശ്യം സത്സംഗത്തിൽ പറഞ്ഞു. നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികൾക്കെല്ലാം, നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന വ്യക്തികൾക്കെല്ലാം നമ്മളോടല്ല അവരുടെ ഇഷ്ടം, നമ്മളിൽ നിന്നും അവർക്ക് എന്ത് കിട്ടും എന്നാണ് അവരുടെ താല്പര്യം. പക്ഷെ ഭഗവാന് നേരെ തിരിച്ചാണ്. നമ്മളിൽ നിന്നും എന്ത് കിട്ടുമെന്നല്ല, നമ്മളെയാണ് അദ്ദേഹത്തിന് വേണ്ടത്. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഭഗവാന് വേണ്ട. പക്ഷെ നമ്മൾ ശരീരമാണെന്ന് നമ്മൾ കരുതുന്നതുകൊണ്ട് ഭഗവാൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടേതായിട്ട് എന്തൊക്കെ കരുതുന്നു അതൊക്കെ എനിക്ക് നൽകൂ. അന്നേരം എന്ത് പറ്റും? നിങ്ങൾ എന്റേതായിട്ട് മാറും. വളരെ സിമ്പിൾ. നിങ്ങൾ നിങ്ങളുടേതായിട്ട് കരുതുന്ന എല്ലാം നിങ്ങളുടേതായിട്ട് മാറ്റി വെക്കുമ്പോൾ നമ്മൾ തമ്മിൽ ഡിസ്റ്റൻസ് കൂടുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് വിവാഹ ബന്ധത്തിൽ ഭർത്താവ് അറിയാതെ ഭാര്യ എന്തെങ്കിലും ചെയ്യുന്നു, അല്ലെങ്കിൽ ഭാര്യ അറിയാതെ ഭർത്താവ് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭാര്യയിൽ നിന്ന് എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കുന്നു. കാരണം ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ഡിസ്റ്റൻസ് കൂടുകയാണ്. പക്ഷെ അവര് തമ്മിൽ ആ ഡിസ്റ്റൻസ് ഇല്ലാതിരിക്കുന്ന എപ്പോഴാണ്? തമ്മിൽ രഹസ്യങ്ങളില്ല. ഭർത്താവിന് അറിയാവുന്ന കാര്യം ഭാര്യയ്ക്ക് അറിയാം, ഭാര്യയ്ക്ക് അറിയാവുന്ന കാര്യം ഭർത്താവ് അറിയാം. അതേപോലെ ഭഗവാനിൽ നിന്നും അകൽച്ചയല്ല, ഭഗവാന് പുറമേ നമ്മൾ ചെയ്യുന്നതല്ല, ഹൃദയം കൊണ്ട് നമ്മൾ അടുക്കണം ഭഗവാനായിട്ട്. അത് പറച്ചില്ല മാത്രമല്ല. ഇപ്പൊ നമ്മൾ പറയുന്നു, ഭഗവാനെ എന്റെ ഉള്ളിൽ അങ്ങ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചിന്തിക്കണം, അങ്ങനെയാണോ എന്ന്. അല്ലെന്ന് നമുക്കും അറിയാം, ഭഗവാനും അറിയാം. കാരണം നമ്മൾ എപ്പോഴും ഈ ശരീരത്തിന്റെ ആസക്തി വെക്കുന്നു. അതുകൊണ്ട് എന്താണോ നമ്മൾ എന്ന് നമ്മൾ കരുതുന്നത് അത് ഭഗവാൻ കൊടുക്കണം. നമ്മൾ ശരീരമാണ് നമ്മൾ കരുതുന്നു, അതുകൊണ്ട് ശരീരത്തെ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുക. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക. അതേപോലെ നമ്മൾ എപ്പോഴും മനസ്സ് പറയുന്ന ഇങ്ങനെ കേട്ടിരിക്കുക. അതുകൊണ്ട് മനസ്സിനെ ഉപയോഗിക്കുക, ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ, ഭഗവാന്റെ സേവനങ്ങളെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ മനസ്സിനെയും ബുദ്ധിയെ ഉപയോഗിക്കുക. അങ്ങനെ ശരീരവും മനസ്സും ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുമ്പോൾ എന്താവും? നമ്മൾ ഭഗവാനായിട്ട് എടുക്കും. അത്രേ ഉള്ളൂ, സിമ്പിൾ. പിന്നെ വേറൊരു കോമഡി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കുചേലൻ കണ്ടില്ലേ? കുചേലൻ ആകെ ഉള്ളത് എത്രയോ ദിവസമായിട്ട് പട്ടിണി ഇരിക്കുക.
ആകെ കിട്ടിയത് അവലാണ്. അത് ഭഗവാൻ കൊടുത്തപ്പോൾ എന്തായി? തിരിച്ചു വന്നപ്പോൾ എന്തായി? അതിൽ നിന്നും കൂടുതൽ ഭഗവാൻ കൊടുത്തു. അതുകൊണ്ട് എന്ത് കൊടുക്കുന്നു എന്നല്ല, ഉള്ളിൽ എന്ത് ഇന്റൻഷനോട് കൂടി കൊടുക്കുന്നു. സർവചരാചരങ്ങളിലും ഈശ്വരൻ്റെതാണ്. എന്റേതായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ഭഗവാൻ താൽക്കാലികമായിട്ട് മേൽനോട്ടം വഹിക്കാൻ വേണ്ടി മാത്രമാണ് ഭഗവാൻ ഇതൊക്കെ എനിക്ക് നൽകിയിരിക്കുന്നത് എന്ന് നമ്മുടെ ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തുളസി ഇല ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ചാലും ഭഗവാൻ സ്വീകരിക്കും. വലിയ തുളസിവനത്തിന്റെ ആവശ്യമില്ല. വലിയ തുളസിവനം ഉണ്ടായിട്ടും ആ തുളസികളൊന്നും ഭഗവാന്റെ തൃപ്പാദത്തിൽ എത്തിയില്ലെങ്കിൽ പിന്നെ ആ തുളസിവനം എന്തിനാണ്? ഷോ ഓഫ്, നമ്മൾ വലിയ ഭക്തരാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. പക്ഷെ ഒരു തുളസി ഇല, അത് ഉണങ്ങിയതാണെങ്കിൽ പോലും, അളിഞ്ഞു പോയതാണെങ്കിൽ പോലും, തുളസിയുടെ ഒരു കമ്പാണെങ്കിലും, തുളസിയുടെ കമ്പിരുന്ന ആ ഒരു മണ്ണാണെങ്കിൽ പോലും കൃഷ്ണന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ച അത് ഭഗവാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഭക്തി വളരെ പ്രാക്ടിക്കലും സിൻസിയറും സീരിയസും ആയിരിക്കണം. ഒരിക്കലും ആരെയും കാണിക്കാൻ വേണ്ടിയോ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണോ അല്ല. യഥാർത്ഥ ഭക്തി, പരിശുദ്ധ ഭക്തി, പരിശുദ്ധ കൃഷ്ണഭക്തി, മറ്റുള്ളവരുടെ അംഗീകാരത്തിനോ ബഹുമാനത്തിനോ ബഹുമതിക്കും വേണ്ടിയല്ല. വി റിയലി വാണ്ട് ടു ലവ് കൃഷ്ണ. നമുക്ക് ഭഗവാനെ അറിയാൻ താല്പര്യമുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഭക്തി പരിശീലിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹരേ കൃഷ്ണ. അതാണ് നമ്മൾ ഇന്നത്തെ ഈ സത്സംഗത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇന്നലെ വൈകുന്നേരം മുതൽ രാധാറാണിയുടെ ക്ലാസ് ആരംഭിച്ചിരുന്നു. ക്ഷമിക്കണം, ലൈവിൽ തുടങ്ങാം എന്ന് വിചാരിച്ചു ഫേസ്ബുക്കിൽ. പക്ഷെ ഞാൻ വിചാരിച്ചു അത്ര എല്ലാവരും സുഖിക്കണ്ട, ഗോൾഡ് മെമ്പേഴ്സിന് മാത്രമേ ഉള്ളൂ. കാരണം എന്താ, ഗോൾഡ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 16 മാല ജപിക്കും, 4 യവനിയങ്ങൾ പാലിക്കും, ഭഗവാന് വേണ്ടി സേവനം ചെയ്യുന്ന ഭക്തർ, അവർക്ക് മാത്രമേ രാധാറാണിയെ കുറിച്ചുള്ള രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കൂ എന്നൊരു ഉറച്ച തീരുമാനം ഞാൻ എടുത്തു. അതുകൊണ്ട് ചില ഭക്തർക്ക് നല്ല വിഷമമുണ്ടെന്നറിയാം. വിഷമമുള്ളവർ എത്രയും പെട്ടെന്ന് ഗോൾഡ് മെമ്പർ ആകാൻ ശ്രമിക്കുക. ഗോൾഡ് മെമ്പർ ആകാൻ കിലോ ഗോൾഡ് ഡൊണേഷൻ തരേണ്ട ആവശ്യമൊന്നുമില്ല. 16 മാല ജപിച്ചാൽ മതി. 16 മാല ജപിക്കുകയും 4 യമനിയമങ്ങൾ പാലിക്കുകയും ഭഗവാന് വേണ്ടി ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്യുന്ന എല്ലാവരും നമ്മുടെ ആ ഗ്രൂപ്പിലേക്ക് ഭാഗമാകാൻ കഴിയും. എന്നിട്ട് എൻ്റെ റൂൾസൊക്കെ അറിയാമല്ലോ. അങ്ങനെയുള്ളവർക്ക് മാത്രം ആ ഗോൾഡൻ ഗേളിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരും. ആ ഗോൾഡൻ ഗേൾ ആരാണ്? ശ്രീമതി രാധാറാണി. അതീവ സുന്ദരിയായിട്ടുള്ള ശ്രീമതി രാധാറാണിയുടെ രഹസ്യ ലീലകൾ only for gold members. എപ്പടി ഇരിക്ക? നല്ല ഇരിക്ക. അതുകൊണ്ട് ഇന്നലെ മുതൽ അത് തുടങ്ങി. എല്ലാ ദിവസവും രാത്രി 9 മണി മുതൽ 10 മണി വരെ ഗോൾഡ് മെമ്പേഴ്സിന് വേണ്ടി മാത്രം സൂമിൽ ക്ലാസ്സുകളുണ്ട്. ഇനി നമ്മൾ അറിയാതെ ലിങ്ക് ആർക്കും അയച്ചു കൊടുക്കരുത്. ഇത് ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. only for gold members. ഓക്കെ. അഥവാ ആരെങ്കിലും കള്ളത്തരം കാണിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവരെ എന്തെന്നേക്ക് വേണ്ടി ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാം. വേറൊന്നും കണ്ടല്ല. അത്രയ്ക്ക്, കാരണം രാധാറാണിയെ കുറിച്ച് അറിയണമെങ്കിൽ അത്രയ്ക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടേ. ഒരു മതം ചോദിക്കുന്ന രാവിലത്തെ ആരതിയും അങ്ങനെയാണോ? രാവിലത്തെ ആരതി അത് വേണമെങ്കിൽ പുറത്തെ മെമ്പേഴ്സിനും കൊടുക്കാം, കാരണം കുഴപ്പമില്ല. പക്ഷെ വൈകുന്നേരത്തെ രാധാറാണിയെ കുറിച്ചുള്ള ലീലകൾ only for gold members. ഓക്കെ. താല്പര്യമുള്ളവർ ഗോൾഡ് മെമ്പേഴ്സ് ആവുക. വെറുതെ പറയുകയല്ല, കാരണം ഭഗവാന്റെ രാധാറാണിയെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അത്രത്തോളം നമ്മൾ എന്തെങ്കിലും ഭഗവാന് വേണ്ടി ചെയ്യണം. ജപിക്കാൻ താല്പര്യം കാണിക്കണം. മനസ്സിലായില്ലേ? എന്തായാലും നാമം ജപിക്കാത്തവർക്ക് രാധാറാണിയെ കുറിച്ച് എങ്ങനെ മനസ്സിലാവും? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യം ഒരു മാതാജി യാത്രയിൽ രജിസ്റ്റർ ചെയ്ത് എന്നൊക്കെ പറഞ്ഞ്, എന്നിട്ട് ഒരു മാതാജി പറയുന്നു സൗണ്ട് ഇല്ലായിരുന്നു. അത് മാതാജിക്ക് ആ സൂമിന്റെ അത് അറിയാത്തതുകൊണ്ടാണ്. അത് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി, ഭക്തർ പറഞ്ഞു തരും. ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ ഒരു മാതാജി രജിസ്റ്റർ ചെയ്തപ്പോൾ മുതലേ തലവേദനയായിരുന്നു. ഇത് ശരിയല്ല, അത് ശരിയല്ല, ഇതില്ല. എന്നിട്ട് നമ്മൾ നോക്കിയപ്പോൾ എന്താ, ഒരു മാല പോലും ജപിക്കുന്നില്ല. എന്നിട്ട് അവരോട് പറഞ്ഞു ജപിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്
ഉടനെ പറഞ്ഞു എനിക്ക് ജപമൊന്നും പറ്റത്തില്ല. പിന്നെന്തിനാ വൃന്ദാവനത്തിൽ വരുന്നത്? ജപിക്കുന്നല്ലേ വൃന്ദാവനത്തിൽ എന്തിനാ വീട്ടിൽ കുത്തിയിരുന്ന? ഞാൻ പിന്നെ അങ്ങ് ഓടിയിട്ട് ഇഷ്ടംപോലെ ഗ്രൂപ്പ്സ് ഉണ്ട്. 30,000 രൂപയും 40,000 രൂപയ്ക്കൊക്കെ വൃന്ദാവനത്തിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ കൂടെ സുഖിച്ച് രസിച്ച് ടൂറിന് പോയിട്ട് പിന്നെ ടൂറും കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. അല്ലാതെ ആ റിയൽ വൃന്ദാവനത്തിനെ അൺലോക്ക് ചെയ്യണമെങ്കിൽ അത്ര ഈസി അല്ല. അൺലോക്ക് ചെയ്യാനുള്ള പാസ്വേഡ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ആ പാസ്വേഡ് നേടിയെടുക്കണം, ക്വാളിഫിക്കേഷൻ വേണം. അല്ലാതെ കാശ് കുറെ തന്നെന്ന് പറഞ്ഞൊന്നും നമ്മളെ പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. കാശിന്റെ ആവശ്യമുണ്ട്, എനിക്കല്ല, ഭഗവാന്റെ സേവനം ചെയ്യാൻ. പക്ഷെ കാശ് കൊടുത്ത് ആർക്കും എന്നെ വാങ്ങാൻ കഴിയില്ല. ഒരു മാതാജി പറയുന്നത് എല്ലാവരും ഭക്തിയിൽ കൊണ്ടുവരാനല്ലേ. കൊണ്ടുവരണം മാതാജി, പക്ഷെ എന്തെങ്കിലും ഒരു മനസ്സിൽ ഒരു ആരോഗ്യൻ നേച്ചറുള്ളവരെ ഭഗവാനോട് ഒരു നാമം ജപിക്കുന്നതിനെ കുറിച്ച് അറിയത്തില്ലെങ്കിൽ ഓക്കെ. എന്നിട്ട് ജപിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഒരു മാല പോലും ജപിക്കാൻ താല്പര്യം ഇല്ലെന്ന് പറയുമ്പോൾ അവർക്ക് അത്രത്തോളം ഭഗവാനോട് അസൂയയും ദ്വേഷവും ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ളവർ എന്തിന് വൃന്ദാവനത്തിൽ വരണം? അതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം? നമ്മൾ ഇത്രയും കുറഞ്ഞ എമൗണ്ടിൽ വൃന്ദാവനത്തിൽ കൊണ്ടുവന്ന എന്തിനാണ്? കാരണം എന്താ, കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും പാവപ്പെട്ട വ്യക്തികൾക്ക് പോലും ഭക്തി ഉണ്ടോ അവർക്ക് ഭഗവാന്റെ ആ പരമോന്നതമായിട്ടുള്ള ആ ധാമം, ആ പവിത്രമായിട്ടുള്ള മണ്ണിൽ നമസ്കരിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിക്കണം. അതിനു വേണ്ടിയാണ്. എന്നാൽ ഇത്രയും പരമോന്നതമായിട്ടുള്ള അവസരം ചീപ്പ് ആൾക്കാർക്ക് വേണ്ടി കൊടുക്കരുത്. ശരി, നാമം ജപിക്കാൻ അറിഞ്ഞൂടാ, ഒരു മാലയെങ്കിലും ജപിക്കാൻ താല്പര്യമില്ലെങ്കിൽ ശരി, അറിഞ്ഞൂടാ, പറയുമ്പോഴെങ്കിലും അത് കേൾക്കാൻ. അതുകൊണ്ട് അവർക്ക് എല്ലാത്തിലും ഫ്രസ്ട്രേഷൻ ആയിരുന്നു. ഒന്ന് ആലോചിച്ചു. അങ്ങനെയുള്ളവർ വൃന്ദാവനത്തിൽ പ്രവേശിക്കാൻ യോഗ്യരല്ല. യോഗ്യത ഞാനല്ല നിശ്ചയിക്കുന്നത്. പക്ഷെ എന്നാലും കുറച്ചെങ്കിലും ഭഗവാനോട് എന്തെങ്കിലും ഒരു റെസ്പെക്ട് വേണ്ടേ? ഭക്തരോട് റെസ്പെക്ട് വേണ്ടേ? ഭഗവാനോട് യഥാർത്ഥ റെസ്പെക്ട് ഉണ്ടോ? ഭക്തരോടും റെസ്പെക്ട് വേണം. സംസാരിക്കുന്നതിൽ ഒരു ഇത് ഏതോ ഒരു ടൂർ ട്രാവൽസിനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് ഇതുവരെ മനസ്സിലായില്ല അവർക്ക് കിട്ടുന്ന സൗഭാഗ്യം എന്താണ്. ഹരേ കൃഷ്ണ. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ ശ്രീമദ് ഭാഗവതം, വൈകുന്നേരത്തെ എല്ലാ ദിവസവും സൂം ക്ലാസ്സസ് ഉണ്ട്. അന്നേരം സൂം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭക്തർ, നമ്മുടെ ഗോൾഡ് മെമ്പേഴ്സ് ഞാൻ പറഞ്ഞില്ല, അന്നേരം ഇന്റർനെറ്റ് ഡേറ്റ ഒക്കെ റീചാർജ് ചെയ്ത് വെക്കുക കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടാൽ മതി, ഞാൻ നിർബന്ധിക്കുന്നില്ല ആരും. ആരും ഇല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ക്ലാസ് എടുക്കും. എനിക്ക് വേണ്ടി, എനിക്ക് രാധാറാണിയെ കുറിച്ച് അറിയണമെന്നുണ്ട്, പറയണമെന്നുണ്ട്, കേൾക്കണമെന്നുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ള ഭക്തര് ഗോൾഡ് മെമ്പേഴ്സിന് വൈകുന്നേരത്തെ 9 മണി മുതൽ 10 മണി വരെയുള്ള ക്ലാസ്സുകൾ കേൾക്കാം. ഓക്കെ. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീമതി രാധാറാണിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഇനി നാളെ രാവിലെ നമുക്ക് 7 മണിക്ക് ശ്രീമദ് ഭാഗവതം കേൾക്കാം. ഹരേ കൃഷ്ണ.